നമസ്കാരം. കെ.എം. മാണിക്ക് ഒരു സീറ്റിൽ കൂടുതൽ വേണമെന്നില്ല. എന്നാൽ പി.ജെ. ജോസഫിന് 2 സീറ്റ് വേണം. ഒരു സീറ്റ് കൂടി ചോദിച്ചെങ്കിലും അതിനായി UDF-നെ സമ്മർദ്ദത്തിലാക്കില്ലെന്ന് കെ.എം. മാണി ഇന്ന് വ്യക്തമാക്കി. എന്നാൽ ഇടുക്കിയോ ചാലക്കുടിയോ വേണമെന്നാണ് പി.ജെ. ജോസഫ് ആവശ്യപ്പെടുന്നത്. UDF-ലെ ഈ സീറ്റ് തർക്കം മുന്നണിയിലെ അല്ല, പാർട്ടിയിലെ തർക്കമായി മാറുന്നു. മാണിയുമായി ലയിച്ച ശേഷം പാർട്ടിയിലുണ്ടാകുന്ന അവഗണനയ്ക്കെതിരെ ജോസഫ് കടുത്ത നിലപാടിലേക്ക് പോകുന്നുവെന്നാണ് കോട്ടയം പാർട്ടിയിലെ അന്തർനാടകങ്ങൾ വ്യക്തമാക്കുന്നത്. ഒന്നിൽ കൂടുതൽ സീറ്റ് എന്തായാലും കിട്ടില്ലെന്ന് മാണിക്കും ജോസഫിനും അറിയാം. ഉള്ള സീറ്റിൽ മത്സരിക്കാൻ ജോസഫ് വിഭാഗത്തെ മാണി അനുവദിക്കുകയുമില്ല. ലയനം നടന്ന് 9 വർഷത്തിനു ശേഷം മാണി കോൺഗ്രസ് വീണ്ടും പിളർപ്പിലേക്ക് നീങ്ങുകയാണോ? വലതിലും ഇടതിലുമായി ചെറു കഷ്ണങ്ങളായി നിൽക്കുന്ന കേരള കോൺഗ്രസിനെ ഇനിയും ക്ഷീണിപ്പിക്കുന്ന പിളർപ്പിലേക്ക് നയിക്കുന്നത് ജോസ് കെ മാണിയുടെ ഏകാധിപത്യമോ? രണ്ടാം കുരുക്ഷേത്ര യുദ്ധമെന്ന് AK ആന്റണി വിശേഷിപ്പിച്ച ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസിലെ തൊഴുത്തിൽ കുത്ത് UDF-ന് പ്രതിസന്ധിയോ എന്നാണ് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത്. മാണിയെ പിളർത്തുമോ ജോസഫ്? ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ KPCC വക്താവ് രാജ്മോഹൻ ഉണ്ണിത്താൻ, ജനാധിപത്യ കേരള കോൺഗ്രസ് നേതാവ് ആന്റണി രാജു, കേരള കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പ്രിൻസ് ലൂക്കോസ്, മാധ്യമപ്രവർത്തകൻ സണ്ണി ചെറിയാൻ എന്നിവർ സൂപ്പർ പ്രൈം ടൈമിൽ ചേരുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF-ൽ നിന്ന് 2 സീറ്റ് വേണം എന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കാതെ കെ.എം. മാണി, അതേസമയം കേരള കോൺഗ്രസിന് 2 സീറ്റ് വേണം എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് പി.ജെ. ജോസഫ്. മാണിയെ പിളർത്തുമോ ജോസഫ്? ഈ വിഷയമാണ് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത്. ശ്രീ പ്രിൻസ് ലൂക്കോസ്, 2 സീറ്റ് വേണം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാൻ. ഇത് കേരള കോൺഗ്രസിന്റെ ആവശ്യം എന്ന് പറയാമോ, അതോ പി.ജെ. ജോസഫിന്റെ മാത്രം ആവശ്യമാണോ? തീർച്ചയായും ഇത് കേരള കോൺഗ്രസിന്റെ ആവശ്യമാണ്. ഇന്ന് ബഹുമാനായ കെ.എം. മാണി സാറ് മാധ്യമങ്ങളോട് അത് അസന്നിഗ്ധമായി പറയുകയുണ്ടായി. കോട്ടയം കൂടാതെ അഡീഷണലായി ഒരു സീറ്റും കൂടി കേരള കോൺഗ്രസ് പാർട്ടി മുന്നണിയിൽ ഉന്നയിക്കും എന്ന് മാണി സാറ് എന്ന് പറയുകയുണ്ടായി. അപ്പോഴൊരു മാധ്യമപ്രവർത്തകൻ ചോദിച്ചു, സമ്മർദ്ദമുണ്ടാകുമോ എന്ന് ചോദിച്ചു. അപ്പോൾ സമ്മർദ്ദമുണ്ടാകുമോ എന്ന് ചോദിച്ചപ്പോൾ മാണി സാർ ചോദിച്ചു, സീറ്റ് ചോദിക്കുന്നതാണോ സമ്മർദ്ദം എന്ന് പറഞ്ഞു. ഞാൻ ആ വിഷ്വൽ കാണുകയുണ്ടായി. അപ്പോൾ ഒരു കാര്യം പറയാം, ഈ കാര്യത്തിൽ പാർട്ടി ഒറ്റക്കെട്ടാണ്, ഒരു സ്വരമാണ്. കോട്ടയം കൂടാതെ അഡീഷണലായി ഒരു സീറ്റ് വേണം എന്ന ആവശ്യം പാർട്ടി UDF യോഗത്തിൽ ഉന്നയിക്കും. ശ്രീ പ്രിൻസ് ലൂക്കോസ്, ഇത്തവണത്തേക്കാൾ എളുപ്പമായിരുന്നു 2014 വേണമെങ്കിൽ ഒരു സീറ്റ് കൂടി കിട്ടാൻ. അന്ന് പാർട്ടി ആവശ്യപ്പെട്ടില്ല, അന്ന് വേണ്ട എന്നാണ് പാർട്ടി പറഞ്ഞത്, ഒരു സീറ്റ് കൂടി. ഇപ്പോൾ എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ ദേശീയ വ്യാപകമായി കോൺഗ്രസിന് തിരിച്ചു വരുവാനുള്ള ആഗ്രഹം നിലനിൽക്കുകയാണ്. കുരുക്ഷേത്ര യുദ്ധമെന്നാണ് ഇന്ന് AK ആന്റണി വിശേഷിപ്പിച്ചത്. ആ ഒരു സാഹചര്യത്തിൽ ഒരു സീറ്റ് കൂടി കോൺഗ്രസ് ഘടകകക്ഷിക്ക് വിട്ടു നൽകുക എന്ന കാര്യം ആലോചിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. ഇത് കെ.എം. മാണിക്ക് അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് സമ്മർദ്ദത്തിന് ഇല്ല എന്ന്. പക്ഷേ പി.ജെ. ജോസഫ് ഇവിടെ എന്തിനാണ് 2 സീറ്റ് ചോദിക്കുന്നതെന്ന് ആർക്കും മനസ്സിലാക്കാവുന്ന കാര്യമാണ്. ഒന്നുകിൽ കോട്ടയം സീറ്റ്, ഇപ്പോഴുള്ള സീറ്റ് ജോസഫ് വിഭാഗത്തിന് മത്സരിക്കാൻ വേണം, അതല്ലെങ്കിൽ 2ാമത്തെ സീറ്റ് വേണം. അഥവാ ഒരു സീറ്റേ കിട്ടിയിട്ടുള്ളൂ എങ്കിൽ ജോസഫ് വിഭാഗത്തിന് കോട്ടയം സീറ്റ് മത്സരിക്കാൻ കിട്ടിയില്ലെങ്കിൽ പാർട്ടി പിളർത്തി UDF-ൽ തന്നെ നിൽക്കുക. ഇതാണ് പി.ജെ. ജോസഫിന്റെ ലക്ഷ്യം. ഇക്കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പരസ്യമായ ഒരു രഹസ്യം മാത്രമാണ് ഇതിപ്പോൾ. ഇതൊക്കെ മഞ്ജുഷിൻ്റെയും കണ്ടുപിടുത്തങ്ങൾ മാത്രമാണ്. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും കേരള കോൺഗ്രസ് പാർട്ടി 2 സീറ്റ് ചോദിച്ചിരുന്നു. മുന്നണി സംവിധാനത്തിന് വേണ്ടി, ഒരു മുന്നണി എന്ന് പറയുമ്പോൾ അതിനകത്ത് പല ഘടകങ്ങളുണ്ട്. അന്നത്തെ ആ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസിന് ഒരു സീറ്റേ നൽകിയുള്ളൂ, ആ സീറ്റിൽ മത്സരിച്ചു. ഇപ്പോൾ കേരള കോൺഗ്രസ് പാർട്ടി അതേ നിലപാടുമായി നിൽക്കുന്നു. കേരള കോൺഗ്രസ് പാർട്ടി ലയിച്ചു കഴിഞ്ഞപ്പോൾ കൂടുതൽ സീറ്റാണ് നിയമസഭയിൽ ചോദിച്ചത്, 15 സീറ്റേ കേരള കോൺഗ്രസ് പാർട്ടിക്ക് തന്നുള്ളൂ. അപ്പോൾ മുന്നണി സംവിധാനത്തിന്റെ ഭാഗമായി നിൽക്കുന്നതിന്റെ ഭാഗമായി കേരള കോൺഗ്രസ് അത് ഏറ്റെടുത്തുകൊണ്ട് മത്സരിച്ചു. എന്റെ പ്രിൻസിപ്പൽ ഇക്കാര്യമൊക്കെ ജനങ്ങൾക്കും അറിയാവുന്ന കാര്യമാണ്. കേരള കോൺഗ്രസിലെ ഒരു കാര്യവും രഹസ്യമാകാറില്ല, അത് പരസ്യമായി തന്നെ പുറത്തു വരും. 17 സീറ്റ് വരെ നൽകുവാൻ കോൺഗ്രസ് ആഗ്രഹിച്ചിരുന്നതാണ്. കോൺഗ്രസിന് അതിന് വലിയ എതിർപ്പുണ്ടായിരുന്നില്ല. 15 സീറ്റ് മതിയെന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിലും കെ.എം. മാണി തന്നെയാണ് അവസാനം സമ്മതിച്ചത്. അതിന്റെ കാരണവും എല്ലാവർക്കും അറിയാമല്ലോ.
കൂടുതൽ സീറ്റ് 2 സീറ്റ് കൂടി കൂടുതൽ ചോദിച്ചാൽ അത് ഒരു സീറ്റ് പി ജെ ജോസഫ് വിഭാഗത്തിന് നൽകേണ്ടി വരും. നിയമസഭയിലേക്ക് പി ജെ ജോസഫ് വിഭാഗത്തിൽ നിന്ന് കൂടുതൽ ആളുകൾ ജയിച്ചു വന്നാൽ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ ആർക്കായിരിക്കും മുൻതൂക്കം ഉള്ളത് എന്ന കാര്യവും അറിയാവുന്നതാണ്. അങ്ങനെ ഓരോ സീറ്റ് ചോദ്യങ്ങളിലും ഈ ലയനത്തിന് ശേഷം കെ എം മാണിക്ക് ആത്മാർത്ഥതയില്ല എന്ന കാര്യം ഉറപ്പാണല്ലോ. ഈ 2014 കാര്യം താങ്കൾ പറഞ്ഞു, ഇടുക്കി സീറ്റ് വേണ്ട എന്നല്ലേ അവസാനം പറയിപ്പിച്ചത്? എങ്ങും പറഞ്ഞിട്ടില്ല. പാർട്ടി നേതൃത്വം ഇടുക്കി സീറ്റ് വേണ്ട എന്ന് എങ്ങും പറഞ്ഞിട്ടില്ല. അത് തെറ്റാണ്. അങ്ങനെ തെറ്റായ സന്ദേശം അങ്ങ് പറയരുത്. കേരള കോൺഗ്രസ് പാർട്ടി ഇടുക്കി സീറ്റ് വേണ്ട എന്നൊരിടത്തും പറഞ്ഞിട്ടില്ല. കേരള കോൺഗ്രസ് പാർട്ടി കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 2 സീറ്റിന് അവകാശവാദമാണ് ഉന്നയിച്ചത്. ഞങ്ങൾക്ക് 1 സീറ്റേ കിട്ടിയുള്ളൂ, ഞങ്ങൾ 1 സീറ്റിൽ മത്സരിച്ചു. ഈ പ്രാവശ്യം പാർട്ടി 2 സീറ്റാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് ജെയും എമ്മും എന്നൊന്നുമില്ല. ഞങ്ങൾ ഒറ്റക്കെട്ടാണ്. കേരള കോൺഗ്രസ് പാർട്ടി ഒറ്റക്കെട്ടായി പാർട്ടി ലീഡർ ബഹുമാനായ കെ എം മാണി സാറിന്റെ നേതൃത്വത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. പാർട്ടി വർക്കിംഗ് ചെയർമാനാണ് പി ജെ ജോസഫ് സാർ. ഒരു കാര്യം അസന്നിഗ്ധമായി പറയുന്നു, പാർട്ടിക്ക് ഒരു ശബ്ദമേ ഉള്ളൂ. ആ ശബ്ദം ഞങ്ങൾ യു ഡി എഫിൽ ഉന്നയിക്കും. യു ഡി എഫിന് നേതൃത്വം കൊടുക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതിനെ സംബന്ധിച്ചുള്ള ഉഭയകക്ഷി ഭാഗമായി 10-ാം തീയതിയിലേക്ക് മീറ്റിംഗ് വിളിച്ചിരിക്കുന്നു. അതിന് ചർച്ചകൾ ആ വഴിക്ക് നീങ്ങുന്നു. മറ്റുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊന്നും ഒരു പ്രസക്തി ഇല്ലെന്നാണ് മഞ്ജുഷ ഈ സന്ദർഭത്തിൽ. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ഇപ്പോൾ 1 സീറ്റ് കൂടി കേരള കോൺഗ്രസ് ചോദിക്കുന്നത് അത് മുന്നണിയെ ബാധിക്കുന്ന പ്രശ്നമാണോ അതോ കേരള കോൺഗ്രസിലെ ഉൾപാർട്ടി പ്രശ്നമാണോ? അല്ല, കേരള കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന യു ഡി എഫിൻ്റെ അവിഭാജ്യ ഘടകമാണ് ഇപ്പോൾ. അപ്പോൾ സ്വാഭാവികമായി കേരള കോൺഗ്രസ് പാർട്ടി യു ഡി എഫിന് നേതൃത്വം നൽകുന്ന കോൺഗ്രസ് പാർട്ടിയോട് ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ 2 സീറ്റ് ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും ഇതേ ആവശ്യം അവർ ഉന്നയിച്ചിരുന്നു. അന്ന് അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയും അവസരങ്ങൾ വരുമ്പോൾ ആ അവസരങ്ങൾക്കനുസൃതമായി അവരുടെ പരാതിക്ക് പരിഹാരമുണ്ടാക്കാമെന്ന് കോൺഗ്രസ് നേതൃത്വം അവർക്ക് ഉറപ്പ് കൊടുക്കുകയും ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിലാണ് നമുക്കെല്ലാവർക്കും അറിയാം കോൺഗ്രസ്സിനകത്ത് വലിയ വിവാദങ്ങൾ ഉണ്ടായിട്ട് പോലും കോൺഗ്രസ് പറഞ്ഞ ആ വാക്ക് പാലിക്കാൻ തയ്യാറായി. ഒരു രാജ്യസഭാ സീറ്റ് ഒഴിവ് വന്നപ്പോൾ സ്വാഭാവികമായി ആ രാജ്യസഭാ സീറ്റിൽ ഒരു കോൺഗ്രസ് എം പി ഉണ്ടാകേണ്ടതാണ്. പക്ഷേ കേരള കോൺഗ്രസ് ഞങ്ങളോട് ആവശ്യപ്പെടുകയും കേരള കോൺഗ്രസിൻ്റെ ആവശ്യം പരിഗണിക്കാമെന്ന് ഞങ്ങൾ ഉറപ്പു നൽകുകയും ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ കോൺഗ്രസ്സിനകത്തൊരു കലാപമുണ്ടായിട്ട് പോലും രാജ്യസഭയിലെ ആ ഒരേ ഒരു സീറ്റ് ശ്രീ കെ എം മാണിക്ക് കൊടുക്കാനും അദ്ദേഹത്തിൻ്റെ മകനെ മത്സരിപ്പിച്ച് വിജയിപ്പിക്കാനും ഞങ്ങൾ തയ്യാറാവുകയുണ്ടായി. ഇപ്പോൾ സ്വാഭാവികമായി വീണ്ടും ഈ തെരഞ്ഞെടുപ്പിൽ 2 സീറ്റ് ചോദിച്ചിരിക്കുന്നു. 2019 തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം ആരോടും പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമില്ല. കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി മെമ്പർ ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ നേതൃത്വം കൊടുക്കുന്ന മഹായാത്ര ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞൊരു കുരുക്ഷേത്ര യുദ്ധമാണ്. ഇതൊരു കുരുക്ഷേത്ര യുദ്ധമാണ് എന്നുള്ള കാര്യത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിക്കോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ ഒരു അഭിപ്രായ വ്യത്യാസമുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. അതുകൊണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം 2019 വളരെ നിർണായകമാണ്. ന്യൂമറിക്കൽ സ്ട്രെങ്തിൽ ഓരോ സീറ്റും ഇന്ത്യയിലെ ഓരോ സംസ്ഥാനത്തിനും കോൺഗ്രസിന് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. നമുക്കറിയാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ 12 പാർലമെൻറ്റ് അംഗങ്ങളെയാണ് യു ഡി എഫിന് ജയിച്ചത്. അതിൽ 8 പാർലമെൻറ്റ് അംഗങ്ങളാണ് കോൺഗ്രസിന്. 2 ലീഗിന് കിട്ടി, 1 കേരള കോൺഗ്രസ്, 1 RSPക്കാണ് കൊടുത്തത്. വളരെ ചുണ്ടിനും കപ്പിനും ഇടയ്ക്ക് 4 സീറ്റ് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിലൊന്നാണ് ഇടുക്കി. അതുപോലെ തന്നെ കണ്ണൂർ ശ്രീ സുധാകരൻ, പിന്നെ ഈ പറഞ്ഞ പോലെ ചാലക്കുടിയും തൃശ്ശൂരും തമ്മിലുള്ള വെച്ചുമാറ്റമൊക്കെ അവസാന നിമിഷമുണ്ടാക്കിയ ചില സംഭവവികാസങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ആ സീറ്റ് നഷ്ടപ്പെട്ടത്. ഇപ്പോൾ കേരളത്തിൽ നടന്നിട്ടുള്ള ഒപ്പീനിയൻ പോൾ റഫറൻഡം സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം കോൺഗ്രസ് പരാജയപ്പെട്ട ആ 4 സീറ്റുകൾ തിരിച്ചു പിടിക്കാനുള്ള സാധ്യത 99% അല്ല 100%. ഇടുക്കി തിരിച്ചു പിടിക്കാൻ സാധിക്കും, ചാലക്കുടി പിടിക്കാൻ സാധിക്കും, തൃശ്ശൂർ തിരിച്ചു പിടിക്കാൻ സാധിക്കും, അതുപോലെ തന്നെ കണ്ണൂർ തിരിച്ചു പിടിക്കാൻ സാധിക്കും. ഇപ്പോൾ ഈ റഫറൻഡം പോളിൽ തന്നെ അവർ പറയുന്നത് കാസർഗോഡ്, പാലക്കാട്, ആലത്തൂർ, ആറ്റിങ്ങൽ ഈ 4 സീറ്റാണ്. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം നരേന്ദ്രമോദിയും അതുപോലെ രാഹുൽ ഗാന്ധിയും നേരിട്ട് ഏറ്റുമുട്ടുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ഇതിൻ്റെ ഇടയിൽ മറ്റൊരു കാര്യത്തിനും പ്രസക്തിയില്ല. അതുകൊണ്ട് രാഹുൽ ഗാന്ധിയും വർഗീയ ഫാസിസ്റ്റ് ശക്തിയായ BJPയും അതിൻ്റെ സ്വേച്ഛാധിപതിയായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുമായി നേരിട്ട് ഏറ്റുമുട്ടുമ്പോൾ ഓരോ സീറ്റും കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിപ്പിച്ച് വിജയിപ്പിക്കാനുള്ള സാധ്യത കേരളത്തിലെ പൊളിറ്റിക്കൽ ട്രെൻഡ് UDFന് അനുകൂലമാണ്. ആ ട്രെൻഡിലൂടെ ഈ 16 എന്ന് പറയുന്ന 20 ആക്കാം. 1977 ഇന്ദിരാഗാന്ധി പരാജയപ്പെട്ട തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ 20 പാർലമെന്റ് സീറ്റിലും UDF ജയിച്ച ചരിത്രമുണ്ട്.
ആ ചരിത്രം ആവർത്തിക്കാനുള്ള ശ്രമത്തിലാണ് കോൺഗ്രസ്. താങ്കൾ ഇത്രയും ചരിത്രത്തിലേക്ക് പോകണമെന്നില്ല. പറയുന്ന ഒറ്റ കാര്യം തന്നെയാണ്, ഒരു സീറ്റ് കൂടി ഇപ്പോൾ കേരള കോൺഗ്രസിന് കൊടുക്കാൻ പറ്റില്ല എന്ന കാര്യം പച്ചയ്ക്ക് പറയുകയാണ്. അത് കെ എം മാണിക്കും അറിയാം, കേരള കോൺഗ്രസിനും അറിയാം, എല്ലാവർക്കും അറിയാം. പക്ഷേ ഇവിടുത്തെ ലക്ഷ്യം കോൺഗ്രസ് തന്നെ അത് മുൻകൂട്ടി കാണുന്നുണ്ടല്ലോ. PJ ജോസഫ് എന്ന വ്യക്തി, അദ്ദേഹത്തിന് പാർട്ടിയിൽ അത്ര ഇടം ഇപ്പോൾ കിട്ടുന്നില്ല. പാർട്ടിയിൽ നിന്ന് അവഗണന നേരിടുകയാണ്. അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന വിഭാഗത്തിന്, അത് ചെറിയ ആളുകളല്ലല്ലോ, അവർക്ക് വേണ്ടത്ര പരിഗണന കിട്ടുന്നില്ല. കിട്ടുന്ന സ്ഥാനമാനങ്ങൾ UDF നൽകുന്ന എല്ലാ പദവികളും മാണി വിഭാഗം എന്ന് പറയുമ്പോൾ ആ കുടുംബം തന്നെ വീതിച്ചെടുക്കുകയാണ്. 2 തവണയാണ് ജോസ് കെ മാണിക്ക് അവസരം കിട്ടിയത്. കോട്ടയത്ത് MP ആയ ജോസ് കെ മാണി പിന്നീട് അവസരം വന്ന സമയത്ത് താങ്കൾ പറഞ്ഞ ഈ രാജ്യസഭാ സീറ്റിന്റെ കാര്യം വന്നപ്പോൾ അതും ജോസ് കെ മാണിക്ക് തന്നെ കിട്ടുകയാണ്. ഈ അവഗണനയിൽ മനം നൊന്തിരിക്കുന്ന ജോസഫ് വിഭാഗമാണ് ഇപ്പോൾ സീറ്റിനായി ആവശ്യം ഉന്നയിക്കുന്നത്. അത് കിട്ടില്ല എന്ന് PJ ജോസഫിനും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അവിടെ പാർട്ടി വീണ്ടും പിളരുന്ന ഒരു ഘട്ടത്തിലേക്ക് പോവുകയാണ്. UDF ഇടുന്നു എന്നല്ല പറയുന്നത്, കേരള കോൺഗ്രസ് പിളരുന്ന ഒരു ഘട്ടത്തിലേക്ക് പോകുന്നു എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ കോൺഗ്രസ്. അതിന് വലിയ ചരിത്രമൊന്നും പറയേണ്ട ആവശ്യമില്ല. അല്ല, ചരിത്രം പറയാതെ കാര്യങ്ങൾ പറഞ്ഞാൽ ആ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവില്ലോ. മഞ്ജുഷിൻ്റെ അത്രയും വിവരം ഈ കേട്ടുകൊണ്ടിരിക്കുന്നവർക്കില്ലല്ലോ. അതുകൊണ്ടാണ് അവർക്കൂടെ മനസ്സിലാകുന്ന ഭാഷയിൽ ഞാൻ വളരെ ഗ്രാമ്യമായ മലയാളത്തിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയത്. ഇവിടെ ഞാനൊരു കാര്യം പറയാം. ശ്രീ PJ ജോസഫ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ അളമുട്ടിയിട്ടാണ് ആ പ്രസ്ഥാനത്ത് നിന്ന് പുറത്തു വന്നതിന് ശേഷം അദ്ദേഹം ഒരു തികഞ്ഞ ജനാധിപത്യ വിശ്വാസിയാണ്. അദ്ദേഹം ഒരു മതനിരപേക്ഷ വിശ്വാസിയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത് വർഷങ്ങളോളം പ്രവർത്തിച്ച് അവസാനം അവിടെ നിൽക്കാൻ സാധ്യമല്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് അദ്ദേഹം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ച് UDFിലേക്ക് വന്നത്. UDFിൽ വരുമ്പോൾ അദ്ദേഹത്തിന് വീണ്ടും ഒരു ധാരണയുണ്ടായിരുന്നു. അത് മറ്റൊന്നുമല്ല, കേരള കോൺഗ്രസ് ഇങ്ങനെ വികേന്ദ്രീകരിക്കപ്പെട്ട് വിഘടിക്കപ്പെട്ട് നിൽക്കുന്നത് വളരെ മാനസിക പ്രയാസം അദ്ദേഹത്തിന് ഉണ്ടാക്കുകയും കേരള കോൺഗ്രസ് അങ്ങനെ നിൽക്കാൻ പാടില്ല, ഒറ്റക്കെട്ടായി ഒരു കുടുംബമായി നിൽക്കണം എന്നുള്ള അദ്ദേഹത്തിൻ്റെ അദമ്യമായ ആഗ്രഹമാണ് ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വന്നതിന് ശേഷം കേരള കോൺഗ്രസിൻ്റെ ഒരു അമാൽഗമേഷന് മുൻകൈയെടുക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ച ചേതോവികാരം. അങ്ങനെ ഒരു അമാൽഗമേഷൻ പ്രോസസ്സിലൂടെയാണ് അവരൊന്നായത്. ഇപ്പം ഞാൻ മഞ്ജുഷിനോട് വളരെ കൃത്യമായി പറയാം, UDFിനെ പ്രതിസന്ധിയിലാക്കുന്ന, കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കുന്ന, അല്ലെങ്കിൽ ഈ മുന്നണിയുടെ പ്രതിച്ഛായ 2019 തെരഞ്ഞെടുപ്പിൽ ബാധിക്കുന്ന ഒരു തീരുമാനവും ശ്രീ PJ ജോസഫിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകില്ല. ആരെങ്കിലും കേരള കോൺഗ്രസ് ഇനി പിളർന്നാൽ ജോസഫ് ഇടതുപക്ഷ മുന്നണിയിൽ പോകുമെന്ന് പ്രചരിപ്പിക്കുന്നെങ്കിൽ അത് വ്യാമോഹമാണ്. അങ്ങനെ ഒരു പ്രചാരണം നടക്കുന്നില്ലല്ലോ. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ നേരത്തെ KM മാണി LDFിലേക്ക് പോകുവാൻ കോപ്പ് കൂട്ടിയ സമയത്ത് പോലും തടഞ്ഞവരിൽ പ്രമുഖൻ PJ ജോസഫാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് കൂടുതൽ താല്പര്യം PJ ജോസഫിനോടാണ് എന്ന കാര്യം അറിയാവുന്നതാണ്. തിരിച്ച് KM മാണി UDFിലേക്ക് വന്നത് ഇഷ്ടപ്പെടാത്ത കോൺഗ്രസുകാർ ഇപ്പോഴും കോട്ടയത്ത് ധാരാളമായി ഉണ്ട്. ശ്രീ ആന്റണി രാജു, ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞ പോലെയാണോ കാര്യങ്ങൾ കേരള കോൺഗ്രസിൽ സംഭവിക്കുന്നത് ഇപ്പോൾ? അല്ല, ഇവിടെ കേരള കോൺഗ്രസ് ഒറ്റക്കെട്ടാണ്, ഒരു ശബ്ദത്തിലാണെന്നൊക്കെ പ്രിൻസ് ലൂക്കോസ് പറയുമ്പോൾ ഇതൊക്കെ കേൾക്കുന്ന ജനങ്ങളും കാണുന്ന ജനങ്ങളും ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ മാധ്യമങ്ങളോ പ്രതിപക്ഷങ്ങളോ LDFോ അല്ലെങ്കിൽ കോൺഗ്രസോ ഒന്നും ഒരു പുറത്തു കൊണ്ടുവന്ന ഒരു അഭിപ്രായ പ്രകടനത്തിൻ്റെ പശ്ചാത്തലത്തിലല്ലോ ഇന്ന് ചർച്ച. ഇത് മാണി ഗ്രൂപ്പിനകത്ത് തന്നെയുള്ള ആ പാർട്ടിയുടെ വർക്കിംഗ് ചെയർമാൻ, മാണി സാറ് കഴിഞ്ഞാൽ 2ാമത്തെ പോസ്റ്റിരിക്കുന്ന വർക്കിംഗ് ചെയർമാൻ്റെ പരസ്യ പ്രസ്താവനകളാണ് ആവർത്തിച്ചിട്ടുള്ള. ഇന്നലെ KPCC തീരുമാനിച്ചെന്താ, ഇനി സീറ്റിൻ്റെ കാര്യത്തെക്കുറിച്ച് ആരും പരസ്യ പ്രസ്താവന നടത്തരുത്. ഇന്ന് കൃത്യമായിട്ട് PJ ജോസഫ് സാറ് പത്രക്കാരെ വിളിച്ച് പരസ്യമായിട്ട് വീണ്ടും വളരെ ശക്തമായി ആവശ്യം ഉന്നയിച്ചില്ലേ, 2ാമത്തെ സീറ്റ് എന്നുള്ള ആവശ്യം. ഇവിടെ പ്രിൻസ് ലൂക്കോസ് പറഞ്ഞല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഈ പാർട്ടിക്ക് 2ാമത്തെ സീറ്റ് ചോദിക്കാനുള്ള ധാർമ്മികമായ അവകാശം എന്താ? ഇപ്പോൾ 2014 9 MLA-മാരുള്ളപ്പോൾ ഞങ്ങളെല്ലാം അതിനകത്തുണ്ടായിരുന്ന സമയത്ത് 2ാമതൊരു സീറ്റ് ഞങ്ങൾക്ക് വേണ്ട എന്ന് പാർട്ടിയുടെ വൈസ് ചെയർമാൻ ശ്രീ PC ജോർജ് പറഞ്ഞപ്പോൾ അത് മാണി സാറ് പറയിപ്പിച്ചതാണെന്ന് PC ജോർജ് പിന്നെ പരസ്യമായിട്ട് പറഞ്ഞിട്ടുള്ളതല്ലേ. അന്ന് ഞാൻ പറഞ്ഞു, വേണ്ടി വന്നാൽ ഇടുക്കിയിൽ ജയിക്കാനുള്ള പിന്തുണ ഉറപ്പാക്കിക്കൊണ്ട് സൗഹൃദ മത്സരത്തിന് തയ്യാറാകണം പാർട്ടി എന്ന് പോലും ഞാൻ പറഞ്ഞപ്പോൾ അന്ന് മാണി സാറും PJ ജോസഫ് സാറും അതിനെ ഒരേ ശബ്ദത്തിൽ എതിർത്തവരാണ്. അതുകൊണ്ട് കഴിഞ്ഞ 2014 2ാമതൊരു സീറ്റ് കിട്ടാതിരിക്കാനുള്ള മാർഗമാണ് അന്ന് ഈ പാർട്ടിയുടെ നേതൃത്വം സാഹചര്യം തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. 2014 അങ്ങനെ ഒരു സീറ്റ് കിട്ടിയിരുന്നുവെങ്കിൽ അത് ജോസഫിനാകുമായിരുന്നു. ഇപ്പോൾ അങ്ങനെ ഒരു സീറ്റ് കിട്ടുമെങ്കിൽ കിട്ടില്ല, അത് ജോസഫിനായി മാറും. അത് ഇഷ്ടപ്പെടുന്നില്ല KM മാണി. ഒരു സംശയം വേണ്ട മഞ്ജുഷേ, 2ാമതൊരു സീറ്റ് കിട്ടാതിരിക്കാൻ മാണി സാറ് കഴിയുന്ന എന്തെല്ലാം ശ്രമമുണ്ടോ അത് മുഴുവൻ ചെയ്യുമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണല്ലോ ഇത്രയേറെ ശക്തമായി വർക്കിംഗ് ചെയർമാൻ ഉന്നയിക്കുമ്പോൾ. നിങ്ങൾക്കറിയാമല്ലോ,
വർക്കിംഗ് ചെയർമാൻ പി ജോസ് സാറാണ് ഈ ആവശ്യം കഴിഞ്ഞ UDF 17-ാം തീയതി ഉന്നയിച്ചത്. അന്ന് ജോസ് കെ മാണിയുണ്ട് ഒരു അക്ഷരം മിണ്ടിയില്ല, സപ്പോർട്ട് ചെയ്ത്. തിരിച്ച് രാഹുൽ ഗാന്ധിയെ കണ്ട് പി ജോസ് സാറും മാണി സാറും പുറത്തിറങ്ങിയപ്പോൾ രാഹുൽ ഗാന്ധിയെ കണ്ട് എന്ന് സംസാരിച്ചു എന്ന് പറഞ്ഞപ്പോൾ ബ്രീഫ് ചെയ്തപ്പോൾ മാണി സാർ രണ്ടാമതൊരു സീറ്റ് ആവശ്യപ്പെട്ടു എന്നുള്ളത് പത്രക്കാരോട് പറയാൻ പോലും മടി കാണിച്ചപ്പോൾ പത്രക്കാർ കുത്തി ചോദിച്ചപ്പോൾ പി ജോസ് സാറാണ് മറുപടി പറഞ്ഞത് 2 സീറ്റ് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞതിന് ശേഷം മാണി സാറിന് പറഞ്ഞാൽ 2 സീറ്റിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് പി ജോസ് സാർ ആവർത്തിച്ച് 2 സീറ്റിൻ്റെ കാര്യം പറയുമ്പോൾ മാണി സാർ ഇന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്തതും പറഞ്ഞു, ഞങ്ങൾ ഈ സീറ്റിൻ്റെ പേരിൽ മുന്നണിയെ പ്രതിസന്ധിയിലാക്കില്ല. അതിൻ്റെ അർത്ഥം എന്താ? അങ്ങനെയുള്ള സീറ്റ് ഡിമാൻഡ് ഞങ്ങൾ ശക്തമായിട്ട് ഉന്നയിക്കുന്നില്ല. ഇവിടെ എൻ്റെ സ്നേഹിതൻ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ ഇവിടെ പറഞ്ഞല്ലോ, ഇവിടെ എക്സിറ്റ് പോള് സർവേകളെല്ലാം ഞങ്ങൾക്ക് അനുകൂലമായി വന്നിരിക്കുന്നു. ഞാൻ അങ്ങയോട് വിനയപൂർവ്വം 2004 കാര്യം ഓർമ്മിക്കുകയാണ്. കാരണം ഞാൻ 2004 പറയാൻ കാരണം 2004 സമാനമായൊരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകുന്നത് 2019 അന്ന് വാജ്പേയിയെ പുറത്തിറക്കൂ, മറ്റുള്ളവരെ എല്ലാം കൂടെ ചേർന്ന് അധികാരത്തിൽ കൊണ്ടുവരുന്ന അന്നത്തെ മുദ്രാവാക്യം BJPയും വാജ്പേയിയുമാണെന്ന് പുറത്തിറക്കാൻ ആവശ്യപ്പെട്ടത്. ഇന്ന് അതേ മുദ്രാവാക്യത്തിൽ അതിന് ശേഷം ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നത് 2019. ഈ 16 സീറ്റ് വരെ കോൺഗ്രസിന് കിട്ടാമെന്ന സർവേകളുടെ അടിസ്ഥാനത്തിൽ പരമാവധി സീറ്റുകൾ ഉറപ്പിക്കുവാനുള്ള ശ്രമം കോൺഗ്രസ് നടത്തുന്നുണ്ട്. അന്നത്തെ പോലെയൊന്നുമല്ല ഇന്ന് കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ടാണ് ഘടകകക്ഷികൾ ഇത്രമാത്രം അലമുറയിട്ടിട്ട് പോലും അതിൽ അത്രമാത്രം ആവശ്യം വരുന്നില്ല, സമ്മർദ്ദം വരുന്നില്ല എങ്കിൽ പോലും ഒരു സീറ്റും വിട്ടുകൊടുക്കില്ല എന്ന കാര്യം ഇപ്പോൾ പൊതുവെ ഒരു ധാരണയായി വന്നിരിക്കുന്നത്. എല്ലാവർക്കും പറയാമല്ലോ, ഇപ്പോൾ ഒരു സീറ്റും ഘടകകക്ഷികൾക്ക് കൂടുതലായി വിട്ടുകൊടുക്കില്ല കോൺഗ്രസ്. അങ്ങനെ ഒരു ഉറച്ച നിലപാടിലേക്ക് കോൺഗ്രസ് പോയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. ഞാൻ അതിലേക്ക് വരാം, പക്ഷേ 2004 പ്രീപോൾ സർവേ ഫലങ്ങൾ എന്തായിരുന്നു മഞ്ജുഷേ? 16 സീറ്റ് UDFന്, ഒരു സീറ്റ് സ്വതന്ത്രന്. നമ്മൾ ആ ചർച്ചയിലേക്ക് പോയാൽ അതിലേക്ക് പോകും. അല്ല, അദ്ദേഹം അത് പറയാൻ കാരണം ഈ 2019 ഇങ്ങനെ ഒരു സർവേ ഫലം വന്നിരിക്കുന്നു എന്ന കാര്യം പറഞ്ഞത് കോൺഗ്രസിന് അനുകൂലമായി ഇങ്ങനെ ഒരു സാഹചര്യം ഉള്ളത് UDFലെ എല്ലാ ഘടകകക്ഷികളും കാണണം എന്നാണ്. ആ ഒരു കോൺഗ്രസിലാണ് അദ്ദേഹം ആ ഒരു കാര്യം എടുത്തിട്ടത്. 2004 സർവേ ഫലം 16 സീറ്റ് UDFന് പറഞ്ഞെങ്കിലും ശരി, നമ്മൾ ആ ചർച്ചയിലേക്ക് പോകേണ്ടതെന്നാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഈ കേരള കോൺഗ്രസിലെ ഇവിടെ ഇപ്പോ മഞ്ജുഷേ പി ജോസ് സാർ സീറ്റിന്റെ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത് കിട്ടുകയില്ല എന്ന് നല്ല ഉറപ്പോടുകൂടി തന്നെയാണ്. അദ്ദേഹത്തിന്റെ ആവശ്യം സീറ്റല്ല, മറിച്ച് അദ്ദേഹത്തിന് കേരള കോൺഗ്രസ് മടുത്തു. അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരെ അപമാനിച്ച് ഹ്യൂമിലിയേറ്റ് ചെയ്തു. ഇപ്പൊ പാർട്ടി ചെയർമാനായിട്ട് ജോസ് കെ മാണി വെക്കാൻ പോകുന്നു പി ജോസ് സാറിന്റെ മുകളിൽ. ഇതെല്ലാം കണ്ട് മടുത്ത അദ്ദേഹം ആ പാർട്ടിയിൽ തുടരാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹം പക്ഷേ തുടരാൻ ആഗ്രഹിക്കുന്നത് UDFൽ തന്നെയാണ്. അത് UDFന്റെ നേതാക്കന്മാരോട് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. 2 പാർട്ടിയായി UDFൽ നിർത്താനാണ് അദ്ദേഹത്തിന്റെ പ്ലാൻ A. അത് ഒരു സംശയം വേണ്ട. ഈ മാണി സാർ എത്ര എതിർപ്പ് പ്രകടിപ്പിച്ചാലും കോൺഗ്രസ് നേതൃത്വം അതിന് വഴങ്ങും. കാരണം പാർലമെന്റ് ഇലക്ഷനാണ്, പി ജോസഫ് സാറിന് നഷ്ടപ്പെടാനൊന്നുമില്ല. അതുകൊണ്ട് ഐക്യത്തോടെ മുമ്പോട്ടുകൊണ്ട് അവർക്ക് കുറെ സീറ്റുകൾ ജയിക്കാൻ കഴിയുമോ എന്നുള്ളത് അത്ര നിസ്സാരമല്ല. UDFന്റെ പ്രതിച്ഛായയെ ബാധിക്കുന്ന ഒരു കാര്യമാണ്, പ്രത്യേകിച്ച് മധ്യ കേരളത്തിൽ. അങ്ങനെ കോൺഗ്രസ് എന്നാൽ പിന്നെ നിൽക്കട്ടെ PJ ജോസഫ് ഞങ്ങളുടെ കൂടെ എന്ന് പറഞ്ഞുകൊണ്ട് ബാക്കി ഇക്കാര്യത്തിൽ കേരള കോൺഗ്രസിന്റെ രാഷ്ട്രീയത്തിൽ ഒട്ടും ഇടപെടില്ല എന്നാണ് താങ്കൾ പറയുന്നത്? അല്ല, ഇടപെടാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം PJ ജോസഫ് സാറിനെ പോലുള്ള ഒരാള് നമുക്കറിയില്ല, കഴിഞ്ഞ കുറേ നാളെല്ലാം സ്ഥിരമായി PJ ജോസഫ് സാർ അങ്ങനെ അധികം സംസാരിക്കാറില്ല, അങ്ങനെ പ്രസ്താവനകൾ നടത്താറില്ല. പക്ഷേ പി ജോസ് സാർ ഇത്തരം ഒരു പ്രസ്താവനകൾ, ഇത്രയും വാക്കുകൾ പറയണമെങ്കിൽ അദ്ദേഹം ഉറച്ചൊരു തീരുമാനം എടുത്തതിന് ശേഷമാണ് അദ്ദേഹം ഈ നിലപാട് പരസ്യമായി രാജു. അത് താങ്കൾ പറയുന്നത് PJ ജോസഫ് പാർട്ടി പിളർത്തും, കാരണം ഈ സീറ്റ് കിട്ടില്ല എന്ന കാര്യം ഉറപ്പാണ്. പാർട്ടി പിളർത്തും, അദ്ദേഹം പ്രത്യേക പാർട്ടിയായിട്ട് തന്നെ പഴയ കേരള കോൺഗ്രസ് ജോസഫായിട്ട് UDFൽ തുടരും. സണ്ണി ചെറിയാൻ, ഈ ഒരു രാഷ്ട്രീയമാണോ കോട്ടയത്തെ കേരള കോൺഗ്രസ് പയറ്റുന്നത്? കോട്ടയത്തെ കേരള കോൺഗ്രസിന്റെ രാഷ്ട്രീയം നന്നായി അറിയാവുന്നയാളാണല്ലോ താങ്കൾ. PJ ജോസഫിന്റെ ലക്ഷ്യം ഇതാണോ? തീർച്ചയായും അനിവാര്യമായ ഒരു പിളർപ്പിലേക്ക് തന്നെയാണ് കേരള കോൺഗ്രസ് പാർട്ടി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കാരണം ഒരു സീറ്റിൻ്റെ പ്രശ്നമല്ല, 2 സീറ്റിൻ്റെ. നമുക്കറിയാം, പതിവായി രക്തസാക്ഷിത്വ ദിനത്തിൽ പ്രാർത്ഥനായജ്ഞം നടത്തിക്കൊണ്ടിരുന്ന തൊടുപുഴയിൽ നിന്നും അനന്തപുരിയിലേക്ക് പ്രാർത്ഥനായജ്ഞം നടക്കുമ്പോൾ മാണി സാറിന് 86ാം പിറന്നാളാഘോഷം പാലായിൽ നടക്കുന്നു, കേരളയാത്ര ആരംഭിക്കുന്നു. അങ്ങനെയുള്ളൊരു ഘട്ടത്തിൽ ആരൊക്കെയാണ് അവിടെ തിരുവനന്തപുരത്ത് വന്നത് എന്ന് നമുക്കറിയാം. ബാർക്കോഴ കേസിൽ പെട്ടുകിടക്കുന്ന KM മാണിക്ക് ഇവിടെ വന്ന് പ്രസംഗിക്കുവാൻ എന്താണ് ധാർമ്മികത എന്ന് PC ജോർജ് ആ യോഗത്തിൽ വെച്ച് ചോദിച്ചപ്പോൾ അവിടെ ഹാജരായിട്ടുണ്ടായിരുന്നത് ആരാണ്? കേരള കോൺഗ്രസിൻ്റെ പ്രമുഖരായ നേതാക്കളായിരുന്നു. അവരോടൊപ്പം MLA മാരും എല്ലാം അവിടെ രംഗത്തുണ്ടായിരുന്നു.
അങ്ങനെ MLA-മാരുൾപ്പെടെ എന്ന് പറയുമ്പോൾ CF തോമസും അതുപോലെ തന്നെ മുൻ ചീഫ് വിപ്പായ തോമസ് ഉണ്ണിയാടനും കടുത്തുരുത്തിയിലെ MLA ബഹുമാന്യനായ മോൻസ് ജോസഫും അങ്ങനെ എല്ലാ വ്യക്തികളും അവിടെ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ ഓർക്കുക. അങ്ങനെ ഒരു നിർണായക ഘട്ടത്തിൽ അവിടെ രക്തസാക്ഷിത്വ ദിനം നടക്കുമ്പോൾ ഇവരെല്ലാവരും കൂടിച്ചേർന്ന് ശരിക്കും പറഞ്ഞാൽ KM മാണിയെ സംബന്ധിച്ച് നമുക്കറിയാം, എല്ലാ ഘട്ടത്തിലും നേരത്തെ മഞ്ജുഷ് സൂചിപ്പിച്ചതുപോലെ ഏത് ഇലക്ഷൻ വന്നാലും ഞാനും എൻ്റെ കുടുംബവും എന്ന ആ ഒരേ ഒരു തത്വത്തിൽ വിശ്വസിക്കുന്ന അത് പ്രാവർത്തികമാക്കുവാൻ ശ്രമിക്കുകയാണ്. കാരണം മുമ്പ് രാജ്യസഭാ സീറ്റിൻ്റെ ചർച്ച വന്നപ്പോഴും ലോക്സഭാ സീറ്റിൻ്റെ ചർച്ചകൾ നടന്നപ്പോഴും 2 തവണ ജോസ് കെ മാണിയെ മത്സരിപ്പിച്ചപ്പോഴും ഇനി കോട്ടയം സീറ്റ് കേരള കോൺഗ്രസിന് കിട്ടുമോ എന്ന് നമ്മൾ തന്നെ ധരിക്കുക. അങ്ങനെയാണെങ്കിൽ അവിടെ PJ ജോസഫിൻ്റെ നോമിനിയായ ഒരാളെ മത്സരിപ്പിക്കുവാൻ KM മാണി തയ്യാറാകുമോ? തീർച്ചയായും ഇല്ല എന്ന് നമുക്ക് സമീപകാല ചരിത്രങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമുക്ക് തീർച്ചയായും അവകാശപ്പെടാം. മുമ്പ് നമുക്കറിയാം 2006 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ 11 സീറ്റിൽ മത്സരിച്ച കേരള കോൺഗ്രസിന് 7 സീറ്റും അതുപോലെ തന്നെ 6 സീറ്റിൽ മത്സരിച്ച ജോസഫ് വിഭാഗത്തിന് 4 സീറ്റ് ലഭിച്ചു. ജോസഫ് വിഭാഗം പറയുന്നത് കാലാകാലങ്ങളായി ഞങ്ങൾക്ക് അനീതിയാണ്, ഞങ്ങൾക്ക് ഈ പാർട്ടിയിൽ ലയിച്ചത് കൊണ്ട് ഒന്നും ഉണ്ടാകുന്നില്ല. 2011 വിമാനയാത്ര വിവാദത്തെ തുടർന്ന് PJ ജോസഫ് മുന്നണിയുമായി അകലുകയും പിന്നീട് അദ്ദേഹം തിരിച്ചെത്തുകയും ചെയ്തിട്ടും ഈ പാർട്ടിക്ക് അതിൽപ്പെട്ട ജോസഫ് വിഭാഗത്തിന് യാതൊരു പ്രാതിനിധ്യവും ലഭിക്കുന്നില്ല, കേരള യാത്രയ്ക്ക് വേണ്ടത്ര പരിഗണന കിട്ടുന്നില്ല എന്ന് ജോസ് കെ മാണി പരാതിപ്പെട്ടപ്പോൾ PJ ജോസഫ് പറഞ്ഞത് എന്താണ്? പാർട്ടിയുടെ ചെയർമാനും വർക്കിംഗ് ചെയർമാനും അറിയാതെ തന്നെ വൈസ് ചെയർമാനായ ഒരാളുടെ നേതൃത്വത്തിൽ ജാഥ നടത്തുന്നു, പാർട്ടിയിലെ യുവ തുർക്കികൾ ഒതുക്കപ്പെടുന്നു. സംശയമുണ്ടോ? തോമസ് ഉണ്ണിയാടനെ പോലുള്ളവർ, മോൻസ് ജോസഫിനെ പോലുള്ളവർ, പണ്ടത്തെ കേരള കോൺഗ്രസ് എമ്മിൻ്റെ ഒരു ശാക്തികമായ ഒരു ചേരി ഇല്ല. ഇതൊരു പിളർപ്പുണ്ടായാൽ പണ്ട് നമുക്കറിയാം ബാർക്കോഴ കേസ് പ്രശ്നത്തിൽ കേരള കോൺഗ്രസ് പിളരുകയായിരുന്നെങ്കിൽ അന്ന് തീർച്ചയായും കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് ശക്തി ലഭിക്കുമായിരുന്നുവെങ്കിൽ ഇന്ന് ഞാൻ പറയുന്നു തീർച്ചയായും പഴയ മാണി വിഭാഗവും പഴയ ജോസഫ് വിഭാഗവും അല്ല. ജോസഫ് ഗ്രൂപ്പിൻ്റെ കൂടെ അല്ലെങ്കിൽ PJ ജോസഫ് ഉദ്ദേശിക്കുന്ന പ്രഖ്യാപനങ്ങൾ അല്ലെങ്കിൽ PJ ജോസഫ് ഉദ്ദേശിക്കുന്ന എന്താണോ അദ്ദേഹം നടപ്പിലാക്കുവാൻ ഉദ്ദേശിക്കുന്നത് അതിനോട് താതാത്മ്യം അല്ലെങ്കിൽ അതിനോട് ഐക്യദാർഢ്യം പുലർത്തുന്ന ഒരു വിഭാഗം ആളുകൾ തീർച്ചയായും രംഗത്ത് വന്നു കഴിഞ്ഞു. ഞാൻ അവിടെ സൂചിപ്പിച്ചത് തിരുവനന്തപുരത്ത് CF തോമസ് സാറിൻ്റെയും അല്ലെങ്കിൽ ഉണ്ണിയാടൻ്റെയും ഒക്കെ സാന്നിധ്യം തീർച്ചയായും അവരൊക്കെ പങ്കെടുത്തു എന്ന് പറയുന്നത് ഞങ്ങൾ നിയോഗിച്ച നോമിനികളാണെന്ന് കേരള കോൺഗ്രസിൻ്റെ ചെയർമാൻ പറയുമ്പോൾ തന്നെ PC ജോർജിനെ ആരാണ് അങ്ങോട്ട് ക്ഷണിച്ചത്? മോൻസ് ജോസഫ് MLA ക്ഷണിച്ചിട്ടാണ് അദ്ദേഹം അവിടെ വന്നത് എന്ന് പറഞ്ഞു. PC ജോർജ് കേരള കോൺഗ്രസിൻ്റെ സമാരാധനായ നേതാവിനെക്കുറിച്ച് 86ാം പിറന്നാൾ ആഘോഷിക്കുന്ന രാഷ്ട്രീയ ഭീമാചാര്യനെക്കുറിച്ച് അവിടെ പുലഭ്യം പറഞ്ഞപ്പോൾ നമ്മൾ പത്രക്കാരെയോ മാധ്യമങ്ങളെയോ മറ്റുള്ളവരെ കുറ്റം പറയേണ്ട. അവിടെ ആരെതിർത്തു? അത് പറഞ്ഞപ്പോൾ എല്ലാവരും സാഗൂതം അത് കേട്ടിരുന്നതല്ലാതെ ഇപ്പോൾ പാർട്ടി പിളർന്നാൽ ശക്തി കൂടുതൽ PJ ജോസഫിനാണ് എന്ന തിരിച്ചറിവ് KM മാണിക്ക് ഉണ്ടാവുകയാണെങ്കിൽ കോട്ടയം സീറ്റ് ജോസഫ് വിഭാഗത്തിന് നൽകിക്കൊണ്ട് ഈ പ്രശ്നം തീർക്കാവുന്നതല്ലേ ഉള്ളൂ. പക്ഷേ അവിടെ ജോസ് കെ മാണി തടസ്സം നിൽക്കുന്നു എന്നാണോ പറയേണ്ടത്? അതുകൊണ്ടാണ് ഈ വിഷയം നീണ്ടുപോകുന്നതും ഒരു കാരണവശാലും കോട്ടയം സീറ്റ് ജോസഫ് വിഭാഗത്തിന് വിട്ടുകൊടുക്കുവാൻ പറ്റില്ല എന്ന നിലപാട് ഇതിനകം തന്നെ പാർട്ടിയിൽ രൂപപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നാണോ? പാർട്ടിയിൽ തീരുമാനമെടുക്കുന്നത് ചെയർമാൻ സ്ഥാനത്തേക്ക് എത്താൻ വെമ്പി നിൽക്കുന്ന ജോസ് കെ മാണിയാണ് എന്നാണോ? കാലാകാലങ്ങളായി പാർട്ടിയിൽ തീരുമാനമെടുക്കുന്നത് ജോസ് കെ മാണിയാണ്. തീർച്ചയായും നമുക്കറിയാം ആ പാർട്ടിയെ സംബന്ധിച്ച് KM മാണി ഇനി പഴയ രീതിയിലുള്ള KM മാണിയല്ല. 86 വയസ്സ്, അദ്ദേഹത്തിന് ഒരംഗത്തിന് കൂടി ബാല്യമില്ല. ഈ ജോസ് കെ മാണിയെ ഉയർത്തി വരുന്നതിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെയേറെ രോക്ഷമുള്ള ഒരു തലമുറ തന്നെ അതിനകത്തുണ്ട്. കാരണം ജോസ് കെ മാണി ചെയർമാനായി വരികയാണെങ്കിൽ, പാർട്ടിയുടെ ചെയർമാനായി വരികയാണെങ്കിൽ ഞാൻ തെളിച്ചങ്ങ് പറയാം, ഞങ്ങൾ ഒതുക്കപ്പെടും എന്ന് പരസ്യമായി പറയുന്നില്ല, രഹസ്യമായി ഇന്ന് തന്നെ എന്നോട് സംസാരിച്ച ഒരു പ്രമുഖനായ നേതാവ് പറഞ്ഞു, അദ്ദേഹം ചെയർമാനായി വരികയാണെങ്കിൽ തീർച്ചയായും ഞങ്ങൾ പലരും ഒതുക്കപ്പെടുമെന്ന്. ഒരു കാലഘട്ടത്തിൽ KM മാണിയുടെ നിശബ്ദമായി KM മാണിയുടെ സാന്നിധ്യം ആഗ്രഹിച്ചിരുന്ന പലരും KM മാണിയോട് വിട പറഞ്ഞു. ഞാൻ തീർച്ചയായും വിശ്വസിക്കുന്നു ഈ 2 വിഭാഗവും UDF-ൽ തന്നെ ഉറച്ചു നിൽക്കും. പക്ഷേ അവിടെ ശക്തി നേടുക PJ ജോസഫ് വിഭാഗമായിരിക്കും, അതിന് യാതൊരു സംശയവുമില്ല. പഴയ ജോസഫ് ഗ്രൂപ്പല്ല എന്ന് ഓർക്കുക. കാരണം
ജോസഫ് ഗ്രൂപ്പിലേക്ക് ആളുകൾ, ജനപ്രതിനിധികൾ വന്നു കഴിഞ്ഞു. 2010 കലാകൗമുദിയുടെ ഒരു മുഖചിത്രത്തോടു കൂടി വന്നു. 3 MLA-മാർ മാണി വിഭാഗത്തിൽ നിന്നും രാജിവെക്കുന്നു. അന്ന് റോഷി അഗസ്റ്റിനും ബഹുമാന്യനായ റോഷി അഗസ്റ്റിനെയും CF തോമസിനെയും തോമസ് ഉണ്ണിയാടനെയുമായിരുന്നു അന്ന് സൂചിപ്പിച്ചത്. പക്ഷേ ഇന്ന് റോഷി അഗസ്റ്റിൻ മറുപാളയത്തിലാണെങ്കിലും പ്രമുഖരായ 2 MLA-മാർ കളം മാറ്റി ചവിട്ടാൻ നിർബന്ധിതരായി രംഗത്ത് വന്നിരിക്കുന്നു. അതുകൊണ്ട് ഈ സീറ്റ് തർക്കം തീർച്ചയായും രമ്യമായി തീരും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം 2 കൂട്ടരുടെയും കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ കേരള കോൺഗ്രസിനെ സംബന്ധിച്ചും ഒരു അനിവാര്യമായ യുദ്ധമാണ്. കാരണം കൃത്യമായി അറിയുന്നയാളാണ്. കോട്ടയത്തെ കേരള കോൺഗ്രസിന്റെ രാഷ്ട്രീയം കൃത്യമായി തന്നെ അദ്ദേഹം വിലയിരുത്തുകയാണ്. ഇത് തന്നെയാണ് കേരള കോൺഗ്രസിൽ നടക്കുന്നത് എന്ന് കോൺഗ്രസിനും തിരിച്ചറിവുള്ളതാണല്ലോ. അല്ല, കേരള കോൺഗ്രസിൻ്റെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ ഒരു അഭിപ്രായം UDF നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയായ കോൺഗ്രസ് പാർട്ടി പറയുന്നത് ശരിയല്ല. പക്ഷേ UDF പ്രതിച്ഛായ ബാധിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ എനിക്ക് ശ്രീ ആന്റണി രാജുവിനെ പോലെ ശ്രീ PJ ജോസഫുമായിട്ട് അത്ര വലിയ വ്യക്തിബന്ധമില്ല, ശ്രീ KM മാണിയായിട്ടുമില്ല, രാഷ്ട്രീയ ബന്ധം മാത്രമേ ഉള്ളൂ. അപ്പോൾ PJ ജോസഫ് UDF-ൽ നിന്നുകൊണ്ട് ഇടതുമുന്നണിയുമായി അടുപ്പം സൂക്ഷിക്കുന്നു എന്നാണോ? PJ ജോസഫിൻ്റെ മനസ്സ് പെനട്രേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റുന്ന ജാലവിദ്യയൊന്നും എൻ്റെ കയ്യിലില്ല. അതുകൊണ്ട് അദ്ദേഹം ഈ മുന്നണി വിടുമെന്നോ ഈ മുന്നണി ഏതൊക്കെ പോകുമെന്ന് പറഞ്ഞാൽ ആന്റണി രാജു പറയുന്നതിന് ഖണ്ഡിക്കാൻ ഒരിക്കലും എനിക്കാവില്ല. പക്ഷേ പറഞ്ഞോട്ടെ, എന്തായാലും ഞാനൊരു കാര്യം പറയാം. നിങ്ങളൊക്കെ തന്നെ ഇവിടെ പറഞ്ഞു, ഒരു പ്രത്യേക സാഹചര്യത്തിൽ KM മാണി മറിച്ചൊരു തീരുമാനം എടുക്കാൻ പോയപ്പോൾ ആ തീരുമാനത്തിൽ നിന്ന് അദ്ദേഹത്തെ പിന്തിരിപ്പിച്ചതും അദ്ദേഹത്തെ UDF-ൽ നിലനിർത്തിയതും ശ്രീ PJ ജോസഫാണെന്ന് നിങ്ങളൊക്കെ തന്നെ പറയുമ്പോൾ സ്വാഭാവികമായി പിന്നെ അതിനെക്കുറിച്ച് നമ്മളൊരു ചർച്ചയ്ക്ക് പ്രസക്തിയില്ല. പിന്നെ ഞാൻ ഇപ്പോൾ ചർച്ചയിൽ പങ്കെടുത്ത് അദ്ദേഹത്തോട് ഞാൻ പറയാം, ദയവായി ഇനി ചാനൽ ചർച്ചയിൽ വന്നിരുന്നു ഈ ബാർകോഴയെക്കുറിച്ചും സോളാറിനെ കുറിച്ചൊക്കെ പറയരുത്. കാരണം ഇതൊക്കെ എത്ര പ്രാവശ്യം ചർച്ച ചെയ്ത് 3 കൊല്ലമായി ഇടതുപക്ഷ മുന്നണിയല്ലേ കേരളം ഭരിക്കുന്നത്. ഇതിനകത്ത് എന്തെങ്കിലും കഴമ്പുണ്ടെങ്കിൽ ഉമ്മൻചാണ്ടി അവർ വെറുതെ വിടുവോ? അല്ലെങ്കിൽ പറഞ്ഞവരെ വല്ലതും വെറുതെ വിടുവോ? ബാർക്കോഴയുടെ കാര്യത്തിൽ KM മാണിക്ക് ക്ലീൻ ചിറ്റ് എത്ര പ്രാവശ്യം കൊടുത്തു? അപ്പോൾ KM മാണി ഒരു തീരുമാനം എടുക്കുമ്പോൾ ക്ലീൻ ചിറ്റ് കൊടുക്കുക, മറിച്ചൊരു തീരുമാനം എടുക്കുമ്പോൾ ക്ലീൻ ചിറ്റ് മാറ്റുക. ഇതൊക്കെ ജനങ്ങളുടെ മുമ്പിൽ അപഹാസ്യമായിരിക്കുന്നു. പിന്നെ കേരള രാഷ്ട്രീയത്തിൽ പിന്നെ PC ജോർജ് അവിടെ ഗാന്ധിയുടെ സ്മൃതി മണ്ഡപത്തിൽ പോയതും പ്രസംഗിച്ചതും അദ്ദേഹം പോകാത്തൊരിടം പറ, അദ്ദേഹം തെറി പറയാത്തൊരു നേതാവിൻ്റെ പേര് പറ. പ്രധാനമന്ത്രിയെ വിളിച്ചിട്ടില്ലേ? മുഖ്യമന്ത്രിയെ വിളിച്ചിട്ടില്ലേ? ഉമ്മൻചാണ്ടിയെ വിളിച്ചിട്ടില്ലേ? ഞാൻ ചോദിച്ചത് അദ്ദേഹം കഴിഞ്ഞ നിയമസഭയിൽ ആര് ക്ഷണിക്കട്ടെ, പുത്തരിക്കണ്ട മൈതാനത്ത് ജനാധിപത്യത്തിന്റെ ശ്രീകോവിൽ, ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായ നിയമസഭയ്ക്കകത്ത് കറുത്ത മുണ്ട്, കറുത്ത ഷർട്ട്, കറുത്ത കണ്ണടയൊക്കെ വെച്ച് അവിടെ പോയി രാജഗോപാലിനെ കെട്ടിപ്പിടിക്കുക, BJP-യോടൊപ്പമാണ് ഞാനെന്ന് പറയുക. മാത്രമല്ല ആ കന്യാസ്ത്രീയുടെ കാര്യത്തിൽ അദ്ദേഹം നടത്തിയ പ്രസംഗങ്ങൾ, പ്രഖ്യാപനങ്ങൾ. അതുകൊണ്ട് ദയവായി നമ്മൾ ഇത്തരം മാന്യമായ ചർച്ചയിൽ അദ്ദേഹത്തിൻ്റെ പേര് അനാവശ്യമായി വലിച്ചഴിച്ച് ഈ ചർച്ചയുടെ ഒരു സാങ്കത്യം നഷ്ടപ്പെടുത്തരുത്. അതൊക്കെ വിടുക. പിന്നെ ആന്റണി രാജു പറഞ്ഞ പോലെ ഒരിക്കൽ ഒരു ചക്ക വീണ് ഒരു മുയൽ ചത്താൽ എപ്പോഴും മുയൽ ചാവില്ല ആന്റണി. 2004 അല്ല 2019, വാജ്പേയി അല്ല നരേന്ദ്രമോദി, വാജ്പേയിയും നരേന്ദ്രമോദിയും തമ്മിൽ ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി നടത്താൻ എങ്ങനെ കഴിഞ്ഞു? പിന്നെ രാജു ആന്റണിക്ക് വാജ്പേയി ആണോ പിന്നെ നരേന്ദ്രമോദി? അപ്പോൾ ഇന്ത്യയിലെ മുഴുവൻ ജനവിഭാഗങ്ങളിലും ഒരു ഭരണമാറ്റം വേണമെന്ന് ആഗ്രഹിക്കുകയാണ്. ആ ഭരണമാറ്റം ആഗ്രഹിക്കുന്ന സമയത്ത് നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ മറ്റേത് രാഷ്ട്രീയ പാർട്ടിയെക്കാളും മറ്റേത് മുന്നണിയെക്കാളും കേരളത്തിൽ പ്രസക്തം UDF ആണെന്ന് സാമാന്യ വിവരമുള്ള, രാഷ്ട്രീയ ബോധമുള്ള, അരിയാഹാരം കഴിക്കുന്ന മുഴുവൻ മലയാളികൾക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് തവണ രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാക്കാൻ, അല്ലെങ്കിൽ നരസിംഹറാവുവിനെ പ്രധാനമന്ത്രി കസേരയിൽ താഴെ ഇറക്കാൻ ഒരു പോരാട്ടം നടക്കുമ്പോൾ ആ അതല്ല വിഷയം. നരേന്ദ്രമോദിയെ താഴെ ഇറക്കുന്ന വിഷയത്തിൽ ചർച്ച ചെയ്യുന്നത് ആ വിഷയമല്ല. ഇതൊന്നും മനസ്സിലാക്കുവാൻ കേരള കോൺഗ്രസിന് കഴിയുന്നില്ല. അവർ തമ്മിൽ തല്ലുകയാണ്. ശ്രീ പ്രിൻസ് ലൂക്കോസ്, ഞാൻ മഞ്ജുഷൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ, ആഭ്യന്തര പ്രശ്നങ്ങളില്ലാത്ത ഏത് പാർട്ടിയും ഉണ്ടാവുകയില്ല. ഏത് പാർട്ടിയുണ്ട്? ഒരു പാർട്ടിയും ഉണ്ടാവുകയില്ല. ആ പാർട്ടിയിൽ എന്താണ് ആഭ്യന്തര കാര്യമാണ്. ഈ ആഭ്യന്തര കലാപം ഇത്ര പർവ്വതീകരിക്കേണ്ട കാര്യം എന്താ? കോൺഗ്രസിനകത്തില്ലേ ആഭ്യന്തര പ്രശ്നങ്ങൾ? ഉണ്ടല്ലോ. തെരഞ്ഞെടുപ്പ് 78 പാർട്ടി നടന്നു, 82 അമാൽഗമേഷൻ നടന്നു.
അതിനുശേഷം സ്ഥാനമാനങ്ങൾ വീതം വയ്ക്കുന്നു. എത്രയോ തർക്കങ്ങളുണ്ട്. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് ഇത്തരമൊരു തർക്കം അല്ലല്ല. ഞാൻ ആദ്യമേ ചോദിച്ചത് UDF ബാധിക്കുന്ന ഒരു പ്രശ്നമാണോ അതോ ഒരു പാർട്ടി പിളർപ്പിലേക്ക് പോകുന്ന പ്രശ്നമാണോ എന്ന് ആദ്യം തന്നെ ചോദിച്ചിരുന്നു. അത് പാർട്ടി പിളർപ്പിലാകുന്ന പ്രശ്നമാണ് എന്നാണ് ഇപ്പോൾ പൊതുവായിട്ടുള്ള. ഉഭയകക്ഷി ചർച്ച പൂർത്തിയായാലുടൻ കോൺഗ്രസിന് എത്ര സീറ്റിൽ മത്സരിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും. ആ സീറ്റ് തീരുമാനിച്ചിട്ടില്ലേ? 16 സീറ്റ് അല്ലല്ലോ. ഇവരുടെ ആവശ്യത്തെ കുറിച്ച് ഇപ്പോ ഒരു സീറ്റും കൂടെ വേണമെന്ന് ആരെങ്കിലും കേരള കോൺഗ്രസ് ആവശ്യപ്പെട്ടാൽ ഇതൊരു ജനാധിപത്യ സംവിധാനമല്ലേ? അങ്ങനെയാണെങ്കിൽ ഇനിയും ഘടകകക്ഷികൾക്ക് വഴങ്ങി കൊടുക്കുകയാണെങ്കിൽ പിന്നെ താങ്കൾ ആദ്യം പറഞ്ഞതുപോലെയുള്ള വീമ്പ് പറയും. ഒരിക്കലും ഇല്ലല്ലോ. അതിന് ഒരു ജനാധിപത്യ രാഷ്ട്രീയ സംവിധാനത്തിൽ ആരെങ്കിലും ഒരു ആവശ്യം ഉന്നയിച്ചാൽ ശ്രീ പിണറായി വിജയനെ പോലെ സ്വേച്ഛാധിപതിയാൻ ഞങ്ങളെ കൊണ്ട് പറ്റും. സ്വാഭാവികമായി അവരുമായി ചർച്ച ചെയ്യും, പരിഹരിക്കും. പക്ഷേ കോൺഗ്രസ് നേരത്തെ ആന്റണി രാജു ഇവിടെ സൂചിപ്പിച്ചിരുന്നു, രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം പുറത്തെത്തിയ KM മാണിയുടെ ശരീരഭാഷ എന്തായിരുന്നുവെന്ന്. അദ്ദേഹം സീറ്റിനെ കുറിച്ച് സംസാരിക്കുവാനേ തയ്യാറായിരുന്നില്ല. പിന്നെ PJ ജോസഫ് ഇടപെട്ടാണ് ഈ 2 സീറ്റിന്റെ കാര്യം പറഞ്ഞത്. ഓരോ തവണയും ഈ സീറ്റിന്റെ കാര്യം പറയുമ്പോൾ KM മാണി അത്ര താല്പര്യത്തോടെയല്ല അക്കാര്യം പറയുന്നത്. അതുകൊണ്ടാണ് ഇതിൽ നിന്നെല്ലാം വായിച്ചെടുക്കുവാൻ പറ്റുന്നതും. പിന്നെ കേരള കോൺഗ്രസിലെ നേതാക്കളുമായി സംസാരിക്കുമ്പോൾ തന്നെ ഇക്കാര്യമെല്ലാം ഉടൻ തന്നെ പരസ്യമാകുന്നത് തന്നെയാണ്. നേരത്തെ സണ്ണി ചിറയൻ ഇവിടെ പറഞ്ഞതുപോലെ മാണി വിഭാഗത്തോട് ഒട്ടി നിൽക്കുന്ന നേതാക്കൾ എല്ലാവരും ആ മാണി വിഭാഗത്തോടൊപ്പമല്ല. ഇപ്പോൾ അവിടെ നിന്ന് ജോസഫ് വിഭാഗത്തിലേക്ക് കൂറുമാറ്റം ഉണ്ടായിട്ടുണ്ട് ഇതിനകം തന്നെ. അതെല്ലാം പാർട്ടിക്കുള്ളിലെ ഈ ഏകാധിപത്യ പ്രവണത കൊണ്ടാണ്. ഇക്കാര്യമെല്ലാം പരസ്യമായ കാര്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ എന്ത് രാഷ്ട്രീയ നീക്കമാണ് PJ ജോസഫ് നടത്തുന്നത് എന്ന കാര്യം വ്യക്തമാകുന്നത്. മഞ്ജുഷ, പാർട്ടിക്കകത്ത് ഒരു ഏകാധിപത്യ നിലപാടുകളുമില്ല. ചുമ്മാ തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കരുത്. ഇവിടെ ആന്റണി രാജു പറഞ്ഞു, കഴിഞ്ഞ തവണ PC ജോർജ് പറഞ്ഞു കേരള കോൺഗ്രസ് ഒരു സീറ്റേ ചോദിച്ചുള്ളൂ എന്ന് പറഞ്ഞു. ആന്റണി രാജുവിനൊക്കെ ലജ്ജയില്ല. PC ജോർജിന് വാക്കിന് വല്ലതും വ്യവസ്ഥയുണ്ടോ? ആ തരം പോലെ വാക്ക് മാറുന്ന, എന്ത് രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി എന്തും പറയുന്ന ഈ നേതാക്കന്മാരുടെയൊക്കെ വാക്കുകൾ ഇവിടെ പേരുകൾ കോട്ട് ചെയ്യുന്നതിന് വെറും വിഡിത്തരമാണ്. പിന്നെ ഇവിടെ ബഹുമാനായ സണ്ണി ചെറിയാൻ, അദ്ദേഹം മാധ്യമ പ്രവർത്തകൻ. ഞാനത് ഇതിനകത്ത് ഇടയ്ക്ക് വോയിസിൻ്റെ ഒരു സാങ്കേതിക തടസ്സം കൊണ്ടെനിക്ക് മുഴുവൻ കേൾക്കാൻ പറ്റില്ല. അദ്ദേഹത്തോട് ആരാണ് പറഞ്ഞത് ഞങ്ങൾ ജോസ് കെ മാണിയെ പാർട്ടി ചെയർമാനാക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന്? ഞങ്ങൾ ചരൽക്കുന്നിൽ ചേർന്ന് കേരള കോൺഗ്രസ് പാർട്ടി ഒരു കേരള യാത്ര നടത്തണമെന്നും അതിൻ്റെ നായകനായി ജോസ് കെ മാണി വരണമെന്നും തീരുമാനിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ കേരളത്തിലോട്ട് ഇറങ്ങിയത്. ബഹുമാനായ കേരള കോൺഗ്രസ് പാർട്ടിയുടെ വൈസ് ചെയർമാൻ അല്ലെങ്കിൽ വർക്കിംഗ് ചെയർമാൻ PJ ജോസഫ് സാറാണ് കാസർഗോഡ് പതാക കൈമാറിയത്. മനസ്സിലായില്ലേ? പാർട്ടിയുമായി ആലോചിച്ചിട്ടില്ല എന്ന്, പാർട്ടിയിൽ ആലോചന നടന്നിട്ടില്ല യാത്രയെ പറ്റി എന്ന് പറഞ്ഞതും PJ ജോസഫ് തന്നെയാണ്. അത് പറഞ്ഞ് അത് കഴിഞ്ഞ് ജോസഫ് സാർ അത് കഴിഞ്ഞ് തിരുത്തി പറഞ്ഞല്ലോ മഞ്ജുഷ. അത് കഴിഞ്ഞ് ജോസഫ് സാർ തിരിച്ച് പറഞ്ഞു പാർട്ടിയാണ് ജോസ് കെ മാണിയെ ചുമതല ഏൽപ്പിച്ചത് എന്ന് പറഞ്ഞു. ഞങ്ങൾ ഇവിടെ 84-ൽ കേരള കോൺഗ്രസ് പാർട്ടിക്ക് 3 പാർലമെൻറ്റ് സീറ്റ് ഉണ്ടായിരുന്നു. ഇടുക്കിയും അതുപോലെ കോട്ടയവും പഴയ ചാലക്കുടിയും. അപ്പോൾ ആ പാർട്ടി ഇപ്പോൾ ഒരു സീറ്റിലേക്ക് ചോദിച്ചപ്പോൾ ബഹുമാനായ PJ ജോസഫ് സാറിൻ്റെയും മാണി സാറിൻ്റെയും ഡിമാൻഡ് ഒന്നാണ്, ഞങ്ങൾക്ക് ഒരു സീറ്റുള്ള ഒരു വ്യക്തിക്ക് ഒരു സീറ്റും കൂടെ കിട്ടുമ്പോൾ സന്തോഷമല്ലേ ഉള്ളൂ. അപ്പോൾ അത്ര സങ്കുചിതമായി കേരള കോൺഗ്രസിൻ്റെയും അതിൻ്റെ നേതാവിനെയും നിങ്ങൾ ഈ രീതിയിൽ താറടിച്ച് കാണിക്കരുത് മാത്രമാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനായിട്ടുള്ളത്. ശ്രീ പ്രിൻസ് ലൂക്കോസ്, അങ്ങനെ വരികയാണെങ്കിൽ 2 സീറ്റിന് വേണ്ടി കേരള കോൺഗ്രസ് സമ്മർദ്ദം ചെലുത്തും UDF-ൽ. ഇങ്ങനെ തന്നെയാണോ പറയുന്നത്? പക്ഷേ KM മാണിയുടെ വാക്കുകളിൽ അതില്ല എന്ന കാര്യം വാസ്തവമാണല്ലോ. മറ്റൊരു കാര്യമുള്ളത്, കോട്ടയം സീറ്റ് ജോസഫ് വിഭാഗത്തിന് നൽകുകയാണെങ്കിൽ ഈ ഉണ്ടായിരിക്കുന്ന ഈ ആശയക്കുഴപ്പം പരിഹരിക്കാവുന്നതല്ലേ ഉള്ളൂ. അങ്ങനെ ഒരു തീരുമാനം പാർട്ടിയിൽ ഉണ്ടാകുമോ? ഇതുവരെയുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഈ തുല്യമായി പദവികൾ വീതിക്കണമെന്നായിരുന്നുവല്ലോ ഈ ലയനത്തിലെ ഒരു ഉപാധി. പക്ഷെ പിന്നെ വന്നപ്പോൾ 3-ൽ 1-ഇല്ല, 3-ൽ 2-ഇല്ല. ഇപ്പോൾ 3 പദവികൾ കിട്ടിയാൽ ആ 3-ൽ 3-ഉം മാണി വിഭാഗത്തിന് കിട്ടും. ഇക്കാര്യമൊന്നും രഹസ്യമല്ല എന്നുള്ള കാര്യം അറിയാമല്ലോ ശ്രീ പ്രിൻസ് ലൂക്കോസിനും. ഇപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം വരുന്നത് കൊണ്ടല്ലേ വീണ്ടും PJ ജോസഫിന് ഇങ്ങനെ പരസ്യമായി രംഗത്ത് വരേണ്ട ഒരു സാഹചര്യം വരുന്നത്? ഇവിടെ എല്ലാവരും സമ്മതിക്കുന്ന ഒരു കാര്യമാണ്, PJ ജോസഫ് അങ്ങനെ ശക്തമായ രീതിയിൽ ആവശ്യങ്ങൾ ഉന്നയിക്കുന്ന ആളല്ല, മിതഭാഷിയായ ആളാണ്. അദ്ദേഹത്തിന് പോലും ഇപ്പോൾ പാർട്ടിയിൽ സഹിച്ചു നിൽക്കുവാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് അദ്ദേഹം തുടർച്ചയായി ഇങ്ങനെ മാധ്യമങ്ങളെ കണ്ട് ഇക്കാര്യങ്ങൾ തുറന്നു പറയുന്നത്. മഞ്ജുഷ, ഞങ്ങൾക്ക് കോട്ടയം സീറ്റിൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ ജോസഫ് സാറും മാണി സാറും കൂടെ തീരുമാനിക്കും.
ഞങ്ങൾക്ക് ഇടുക്കി സീറ്റാണേലും മാണി സാറും ജോസഫ് സാറോട് തീരുമാനിക്കും. അത് തർക്കമൊന്നുമില്ല. ഇത് ചുമ്മാ കുറേ നാളുകളായി മാധ്യമങ്ങളിലൂടെ കേരള കോൺഗ്രസ് എമ്മിനകത്ത് വലിയ അസ്വസ്ഥതകളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രചരണം നടക്കുകയാണ്. നിങ്ങൾക്ക് ഇതിനൊക്കെ വ്യക്തമായ തെളിവുകളുണ്ടോ? കേരള കോൺഗ്രസ് പാർട്ടിയിൽ ആരാണ് ജോസഫ് സാറ് എവിടെയാണ് പറഞ്ഞിരിക്കുന്നത് ഇതിനകത്ത് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? ആന്റണി രാജുവിന് ചിലപ്പോൾ ഇതിനകത്തൊരു കുത്തിത്തിരിപ്പുണ്ടാക്കി ഒരു പിളർപ്പുണ്ടാകണമെന്ന് ആഗ്രഹം കാണുമായിരിക്കും. അദ്ദേഹത്തെ കുറ്റം പറയാൻ പറ്റില്ല. ആന്റണി രാജു, താങ്കൾ ഇപ്പോഴും പി ജെ ജോസഫുമായി നല്ല ബന്ധം പുലർത്തുന്നയാളാണ്. അക്കാര്യം അറിയാവുന്ന കാര്യമാണല്ലോ. താങ്കൾ മാത്രമല്ല, താങ്കളുടെ നേതാവായ ഫ്രാൻസിസ് ജോർജും പി ജെ ജോസഫുമായി ഇപ്പോഴും നല്ല ബന്ധം പുലർത്തുന്നയാളാണ്. താങ്കൾക്കൊക്കെ നേരത്തെ ഒരു തോന്നലുണ്ടായിരുന്നു, LDF-ലേക്ക് ജോസഫ് വിഭാഗത്തിൽ നിന്നും ഒരു കൂട്ടം ആളുകൾ പോകുമ്പോൾ പി ജെ ജോസഫും അങ്ങോട്ട് വരുമെന്ന്. പക്ഷേ അതുണ്ടായില്ല. അദ്ദേഹം മാണി കോൺഗ്രസിൽ ഉറച്ചു നിൽക്കുകയാണ് ഉണ്ടായത്. ഇപ്പോഴും ഈ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പി ജെ ജോസഫിന് UDF മാത്രമല്ല താവളം, LDF-ഉം ഒരു താവളമാണ് എന്ന വ്യക്തമായ സന്ദേശം കൂടി നൽകുകയാണോ ചെയ്യുന്നത്? അല്ല, ഇവിടെ മഞ്ജുഷേ, ഈ പ്രിൻസ് ലൂക്കോസ് പറയുന്നത് കേട്ടാത്തൊന്നും ഈ ചർച്ചയൊക്കെ ഉണ്ടാക്കാൻ കാരണം ഞാൻ എന്തോ പറഞ്ഞതിൻ്റെ പേരിലാണെന്ന്. പ്രിൻസ് ലൂക്കോസിൻ്റെ ഇപ്പോഴത്തെ നേതാവ്, ഇന്നത്തെ നേതാവ്, നാളെ ആയിരിക്കുമെന്ന് എനിക്ക് പറയാൻ കഴിയില്ല, ഇന്നത്തെ നേതാവായിരിക്കുന്ന നിങ്ങളുടെ വർക്കിംഗ് ചെയർമാൻ പി ജെ ജോസഫ് സാർ പരസ്യമായി പല പ്രാവശ്യവും ആവർത്തിച്ച് പറഞ്ഞ കാര്യങ്ങൾ മാത്രമല്ലേ ഞങ്ങൾ എടുത്തു പറയുന്നുള്ളൂ, അതിലേ ഇവിടെ ചർച്ച ചെയ്യുന്നുള്ളൂ. അദ്ദേഹമല്ലേ പറഞ്ഞത് പാർട്ടിയിൽ ഒരു ചർച്ചയും കൂടാതെയാണ് ജോസ് കെ മാണിയുടെ യാത്ര തുടങ്ങിയത്, അതുകൊണ്ടാണ് ആ യാത്രയിൽ ആളില്ലാതെ ആ യാത്ര പരാജയപ്പെട്ടതെന്ന് പി ജെ ജോസഫ് സാർ പറഞ്ഞ കാര്യമാണ്. ഈ ലേനം കൊണ്ട് ഗുണമില്ല എന്ന് പറഞ്ഞ അദ്ദേഹമാണ് 2 സീറ്റ് എന്നുള്ള ആവശ്യം ആദ്യം ഉന്നയിച്ച പരസ്യമായ നിലപാടെടുത്തത്. കേരള യാത്രയിൽ ആളില്ലെന്ന് പറഞ്ഞിട്ടില്ല, തള്ളി പറഞ്ഞിട്ടില്ല. പതാക കൈമാറിയത് തെറ്റായ കാര്യങ്ങൾ പറയരുത്. അങ്ങനെ പറയാത്ത കാര്യങ്ങൾ പറയരുത്. ഞാനിവിടെ സംസാരിക്കുമ്പോൾ ഇടക്കേറി പറയുന്നത് മാന്യതയല്ല. അവസരം കിട്ടുമ്പോൾ അങ്ങേക്ക് മറുപടി പറയുക. ഒരാൾ പറയുമ്പോ ഇടക്കേറി പറയുന്നതാണോ മാന്യത? അങ്ങേ പറഞ്ഞപ്പോ ഞങ്ങൾ കേട്ടോണ്ടിരുന്നല്ലോ. ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ട് അങ്ങേക്ക് അവസരം കിട്ടുമ്പോൾ അങ്ങ് പറയണം. പി ജെ ജോസഫ് സാർ പരസ്യമായി സെന്റൻസ് ചെയ്യാൻ പറയാം. പി ജെ ജോസഫ് സാർ പറഞ്ഞത് ഒരു ചർച്ചയും പാർട്ടിയിൽ ഒരു ചർച്ചയും ഇല്ലാതെയാണ് കേരള യാത്ര തീരുമാനിച്ചത്. പി ജെ ജോസഫ് സാറിന്റെ വാക്കുകളുണ്ട്. യൂട്യൂബിലെടുത്ത് നോക്കൂ, ചാനലുകൾ നോക്കൂ, പത്രം നോക്കൂ. പി ജെ ജോസഫ് സാർ പറഞ്ഞു പിന്നെ ജാഥയിൽ ആളില്ലാതെ പോയതിന്റെ കാരണം ചർച്ച ചെയ്ത് തീരുമാനമെടുക്കാത്തതുകൊണ്ടാണ്. ഇത് പി ജെ ജോസഫ് സാർ പറഞ്ഞതല്ലേ? വേണ്ടത്ര പരിഗണന കിട്ടിയിട്ടില്ല. പി ജെ ജോസഫ് സാർ പറഞ്ഞതല്ലേ? ഞങ്ങൾ പറഞ്ഞതാണോ ഇത്? ഞങ്ങളുടെ പള്ളിയിൽ കൊണ്ടെടുക്കണതിന് നിങ്ങളുടെ വർക്കിംഗ് ചെയർമാൻ പറഞ്ഞ കാര്യം. പിന്നെ പ്രിൻസ് ലൂക്കോസൂടെ പറഞ്ഞല്ലോ കുടുംബവാഴ്ചയൊന്നുമില്ല എന്ന്. അങ്ങേക്ക് അറിയുന്ന കാര്യമല്ലേ? ഞാൻ കഴിഞ്ഞ രാജ്യസഭാ സീറ്റിൻ്റെ സമയത്ത് ഈ പ്രിൻസ് ലൂക്കോസുള്ള ചർച്ചയിൽ ഞാൻ പറഞ്ഞു, ഒരു സംശയം വേണ്ട, ഈ സീറ്റ് കെ മാണി സാറിൻ്റെ വീട്ടിലായിരിക്കും, ജോസ് കെ മാണി ആയിരിക്കും സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞപ്പോൾ അന്ന് പരമപുച്ഛത്തോടെയാണ് ഇദ്ദേഹം അഭിപ്രായം പറഞ്ഞത്. അതൊക്കെ ഒരു വിവരമില്ലാതെ പറയുന്നത്. എന്തുണ്ടായി അവസാനം? ഞാൻ ചോദിക്കട്ടെ, ജയിച്ച ഒരു MP സ്ഥാനം നിലനിർത്താൻ കഴിയാതെ വലിച്ചെറിഞ്ഞിട്ട് ഒരു രാജ്യസഭയിലേക്ക് മത്സരിച്ച ഒരു ചരിത്രം ഇന്ത്യയുടെ കേരളത്തിൻ്റെ ചരിത്രത്തിലുണ്ടോ? ഇതുപോലെ നിർണായക ഘട്ടത്തിൽ പാർലമെന്റിൽ ഓരോ MP-യുടെയും വില നിർണായകമായിരിക്കുമ്പോൾ അതിനെന്ത് മറുപടി, ഇന്ന് വരെ ഒരു മറുപടി ഈ പാർട്ടി പൊതുജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന വിധത്തിൽ പറഞ്ഞിട്ടുണ്ടോ? സിറ്റിംഗ് MP 1 വർഷമുള്ളപ്പോൾ ആ മണ്ഡലത്തെ അനാഥമാക്കിക്കൊണ്ട് പരാജയഭീതി കൊണ്ട് ഓടിയൊളിച്ചൊരു ചരിത്രം ഇന്ന് വരെ കേരളത്തിൽ ഉണ്ടായിട്ടില്ലല്ലോ. അതിന് മറുപടി ഉണ്ടോ? അപ്പോൾ രാജ്യസഭാ സീറ്റ് വന്നാലും മകന്, ലോക്സഭാ സീറ്റ് വന്നാലും മകന്, പിന്നെ എന്ത് സ്ഥാനങ്ങൾ വന്നാലും, മന്ത്രിസ്ഥാനം വന്നാലും വീട്ടിൽ എത്ര ഇത് കുടുംബവാഴ്ചയെന്ന് ഞങ്ങൾ പറയുന്നതിനകത്ത് എന്താ തെറ്റ്? ഇപ്പൊ പി ജെ സാർ അത് പറയും, താമസിയാതെ ദിവസങ്ങൾക്കുള്ളിൽ പരസ്യ പ്രസ്താവന വരും. പ്രിൻസ് ലൂക്കോസ് എന്തൊക്കെ പറഞ്ഞാലും ആ പാർട്ടി പിളർപ്പിലേക്കാണെന്നുള്ളത് എനിക്കറിയാം. പിന്നെ അങ്ങ് ചോദിച്ചല്ലോ ഒരു കാര്യം കൂടി ചോദിക്കാം. അപ്പോൾ ഈ പി ജെ ജോസഫ് UDF-ലും കേരള കോൺഗ്രസിലും നിന്നുകൊണ്ട് തന്നെ ഇടതുപക്ഷവുമായിട്ടൊരു പാലം ഇട്ടിരിക്കുകയാണോ? ഫ്രാൻസിസ് ജോർജ്, താങ്കൾ, അങ്ങനെയുള്ള കുറെ നേതാക്കളുമായിട്ട് അദ്ദേഹം അടുത്ത ബന്ധം സൂക്ഷിക്കുകയാണല്ലോ. പി ജെ ജോസഫ് സാർ പറഞ്ഞൊരു വാചകം എന്താണ്? കേരള കോൺഗ്രസിൽ പിളർപ്പും യോജിപ്പും ഒന്നും പുത്തരിയല്ല. മാത്രമല്ല അദ്ദേഹം ഒന്നുകൂടി പറഞ്ഞു, ജനാധിപത്യ കേരള കോൺഗ്രസുമായി യോജിച്ച് പ്രവർത്തിക്കുന്നതിൽ എനിക്ക് യാതൊരു തടസ്സവുമില്ല ഇപ്പോ എന്ന് അദ്ദേഹം പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞതല്ല, ഞങ്ങൾ ആവശ്യപ്പെട്ടതല്ല, ഞങ്ങൾ ഇങ്ങോട്ട് ക്ഷണിച്ചതല്ല. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഞങ്ങൾ എന്തിനാ തള്ളിക്കളയുന്നത്? അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യും. അതുകൊണ്ട് ഇത് ഞങ്ങളുടെ പടലിൽ ഈ ചാരി നിങ്ങൾ രക്ഷപ്പെടാൻ നോക്കണ്ട. നിങ്ങളുടെ കാര്യം നിങ്ങൾ അടിച്ചു തീർക്കുക. ഞങ്ങളിത് കേൾക്കാൻ പാടില്ലെങ്കിൽ നിങ്ങൾ പറയരുത്. നിങ്ങൾ പരസ്യപ്രസ്ഥാനം നടത്തുന്ന വിലക്ക് ഇന്നലെ UDF-യുടെ എൻ്റെ കോൺഗ്രസ് നേതാവ് രാജ്മോഹൻ ഉണ്ണിത്താണ്ടിക്കുന്നുള്ളൂ. ഇന്നലെ UDF എടുത്ത തീരുമാനം പ്രതിപക്ഷ നേതാവ് പറഞ്ഞല്ലോ, ഇനി പരസ്യപ്രസ്ഥാന സീറ്റിനെ കുറിച്ച് പാടില്ല. ഇന്ന് 24 മണിക്കൂർ തികയുന്നതിന് മുമ്പ്
ചൂടാറുന്നതിന് മുമ്പ് പരസ്യപ്രസ്ഥാനം നടത്തിയത് ശരിയാണോ ആ പാർട്ടി? അപ്പോൾ ഇത് ആ പാർട്ടി നടത്തിയപ്പോൾ അതിന് വിരുദ്ധമായിട്ട് മാണിസാരെന്ന് പറഞ്ഞാൽ എന്താ, ഞങ്ങളുടെ സമ്മർദ്ദമൊന്നും ചെലുത്താൻ പോകുന്നില്ല, അതൊക്കെ എങ്ങനെ ചോദിക്കും? അപ്പോൾ ആ പാർട്ടിക്കകത്ത് രണ്ട് രണ്ട് ചേരിയായി നിൽക്കുകയാണ്. ഞാൻ ഒന്നുകൂടെ പറയാം, സീറ്റ് എന്ന് പറയുന്നത് ലക്ഷ്യമല്ല, സീറ്റ് എന്ന് പറയുന്ന ഒരു മാർഗമാണ്, രണ്ടാകാനുള്ള ഒരു മാർഗമാണ്. അതിന് ഏറ്റവും പറ്റിയ അവസരം അദ്ദേഹം തിരഞ്ഞെടുത്തു. ഇപ്പോഴല്ല, പിന്നെ എന്നെ അസംബ്ലി തിരഞ്ഞെടുപ്പിലാകുമ്പോൾ അദ്ദേഹത്തിന് നഷ്ടം. ഇപ്പോഴാണെങ്കിൽ അദ്ദേഹത്തിന് നഷ്ടപ്പെടാനൊന്നുമില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഡിമാൻഡ് ആ മുന്നണിയിൽ തന്നെ, UDF-ൽ തന്നെ ഘടകകക്ഷിയായി, പ്ലാൻ എ എന്ന് പറയുന്നത് UDF-ൽ തന്നെ ഘടകകക്ഷിയായി നിൽക്കുക എന്നുള്ളത് തന്നെയാണ്. ശരി, ശ്രീ പ്രിൻസ് മറുപടി. ഇവിടെ ആന്റണി രാജു പറഞ്ഞല്ലോ, അദ്ദേഹം രാജ്യസഭാംഗമായ കുറിച്ച്. കേരള കോൺഗ്രസ് പാർട്ടിയുടെ പാർലമെന്ററി ബോർഡ് ബഹുമാനായ KM മാണി സാറും വർക്കിംഗ് ചെയർമാൻ PJ ജോസഫ് സാറും MLA-മാരും ഉൾപ്പെടുന്ന പാർലമെന്ററി ബോർഡ് ജോസ് കെ മാണിയോട് രാജ്യസഭാംഗത്വം ഏറ്റെടുക്കാൻ ആവശ്യപ്പെട്ട അടിസ്ഥാനമാണ് അദ്ദേഹം രാജ്യസഭാംഗമായിട്ട് തീർന്നത്. അതല്ലാതെ മാണി സാർ മുട്ടയിൽ എഴുതി വെച്ചാൽ കൊടുക്കുകയല്ലായിരുന്നു. അത് ആന്റണി രാജു മനസ്സിലാക്കണം. അദ്ദേഹം പറഞ്ഞു ഇവിടെ മണ്ഡലത്തെ അനാഥമാക്കിയെന്ന്. ഒരു കാര്യം ആന്റണി രാജു മനസ്സിലാക്കണം, ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ 71,000 പര വോട്ടിന് അദ്ദേഹം ജയിച്ചു. രണ്ടാമത്തെ തെരഞ്ഞെടുപ്പിൽ 1,25,000 പര വോട്ടിനാണ് ജയിച്ചത്. അപ്പോൾ ഇവിടെ കോട്ടയത്ത് നിങ്ങളൊരു പഠനം നടത്തണം. കോട്ടയത്ത് പാർലമെന്റ് മണ്ഡലത്തിൽ ഇത്രയും ജനകീയനായ ഒരു ജനപ്രതിനിധി ഈ കാലയളവിൽ ഉണ്ടായിട്ടില്ല. അദ്ദേഹം താമസിക്കുന്നത് കോട്ടയം മുനിസിപ്പാലിറ്റിക്ക് തൊട്ട് താഴെയാണ്. ഇപ്പോഴും അവിടെ തന്നെയാണ് താമസിക്കുന്നത്. ഞാൻ കോട്ടയം നിയോജകമണ്ഡലത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരു സംഘടനാ പ്രവർത്തനമാണ്. ഇപ്പോഴും അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ പാർലമെന്റ് അംഗം ആയിരിക്കുന്നേക്കാൾ കൂടുതൽ ജനങ്ങൾ അദ്ദേഹത്തെ കാണാൻ നിൽക്കുകയാണ്. അപ്പം അങ്ങനെ ജനകീയനായ ജനപ്രതിയായി നിൽക്കുന്ന ജോസ് കെ മാണി ഇപ്പൊ രാജ്യസഭാ അംഗം എന്ന നിലയിൽ ഇപ്പൊ 2.5 കോടി രൂപയോളം ഈ മണ്ഡലത്തിൽ അദ്ദേഹം 6 മാസത്തിനുള്ളിൽ വിനിയോഗിച്ചു കഴിഞ്ഞു. അദ്ദേഹം കോട്ടയത്തിന്റെ തലം വിട്ടുകൊണ്ട് ഇന്ന് കേരളത്തിലെ രാഷ്ട്രീയവുമായി വരികയാണ്, കേരള യാത്രയുമായിട്ട് കടന്നു വരികയാണ്. അപ്പോൾ അതിലൊന്നും ആന്റണി രാജു അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. അത് അദ്ദേഹത്തിന്റെ വേഷം മാത്രമാണ്. ഒരു കാര്യം പറയാം, കേരള കോൺഗ്രസ് പാർട്ടി ഐക്യത്തോടുകൂടി തന്നെ മുന്നോട്ട് പോകും. PJ ജോസഫ് സാറ് പറഞ്ഞത് ഇവിടെ അദ്ദേഹം പറഞ്ഞല്ലോ, അവിടെ ആരുമായി ആലോചിച്ചില്ല എന്ന് പറഞ്ഞ് PJ ജോസഫ് സാറ് പിറ്റേ ദിവസം തന്നെ അഭിപ്രായം പറഞ്ഞു. അദ്ദേഹം എന്താ പറഞ്ഞത്, ജോസ് കെ മാണിയെ പാർട്ടി ചുമതലപ്പെടുത്തിയിട്ടാണ് കേരള യാത്ര നയിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം ഒരു തലത്തിലും ജോസ് കെ മാണിയുടെ കേരള യാത്ര പരാജയമെന്ന് പറഞ്ഞിട്ടില്ല, കേരള യാത്രയ്ക്ക് ആളില്ലെന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ അതൊക്കെ അസത്യമാണ് ഈ ചാനലിൽ നിന്നുകൊണ്ട് പറയുന്നത്. ശരി, എന്തായാലും ഇക്കാര്യമെല്ലാം താങ്കളുടെ ശ്രദ്ധയിലും പെട്ടതാണ്. PJ ജോസഫ്, ഞാൻ നേരത്തെയും പറഞ്ഞുവല്ലോ, ഇവിടെയുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, മിതഭാഷിയായ PJ ജോസഫ് എന്തിനാണ് ഈ ഒരു ഘട്ടത്തിൽ, അതും അത്രയും പ്രാധാന്യമുള്ള ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ ഘട്ടത്തിൽ ഇങ്ങനെ പരസ്യമായി പ്രതികരിക്കുന്നതെന്ന്. ഇടവേളയ്ക്ക് ശേഷം ചർച്ചയിലേക്ക് മടങ്ങിയത്. ശ്രീ സണ്ണി ചെറിയാൻ, കോട്ടയത്തുള്ള പുതിയ നീക്കം എന്ന് പറയുന്നത്, ഇപ്പോൾ ജോസ് കെ മാണി രാജ്യസഭയിലേക്ക് പോയപ്പോൾ ഇനി മത്സരിക്കാൻ പോകുന്നത് ജോസ് കെ മാണിയുടെ ഭാര്യ നിഷ ജോസ് കെ മാണി ആണെന്നുള്ള രീതിയിലുള്ള അഭ്യൂഹങ്ങൾ പരക്കുകയാണ്. ജോസഫ് വിഭാഗത്തിന് നൽകില്ല. ഇനി അഥവാ കുടുംബത്തിൽ നിന്നൊരാൾ മത്സരിച്ചില്ലെങ്കിൽ മാണി വിഭാഗത്തിലെ തന്നെ ഒരു യുവ നേതാവിനെയോ മറ്റോ പരിഗണിച്ചേക്കാം. ഈ രീതിയിലുള്ള വാർത്തകളും വരുന്നുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ കോട്ടയത്ത് ആരെ മത്സരിപ്പിക്കുമെന്ന കാര്യത്തിൽ സംഭവിക്കുന്നത്? MDയുടെ കാലത്തിൽ സുമിത്ര പറയുന്നുണ്ട്, സേതുവിന് സ്നേഹം സേതുവിനോട് മാത്രം. ഇവിടെ ബഹുമാന്യനായ KM മാണിക്ക് സ്നേഹം KM മാണിയോടും അദ്ദേഹത്തിൻ്റെ മകനോടും കുടുംബത്തോടും മാത്രമാണെന്ന് നമുക്ക് കേരള കോൺഗ്രസിൻ്റെ ചരിത്രം പഠിച്ചവർക്കറിയാം. കഴിഞ്ഞ തവണ രാജ്യസഭാ സീറ്റിൽ പ്രഖ്യാപനത്തിന് തൊട്ടു മുമ്പ് ബഹുമാന്യനായ MLA തലേന്ന് എന്നപ്പോഴും അദ്ദേഹം പറഞ്ഞു, ഞാനോ എൻ്റെ മകനോ അല്ലെങ്കിൽ എൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ഒരാളോ രാജ്യസഭാ സീറ്റിന് പ്രശ്നം പറഞ്ഞ് അല്ലെങ്കിൽ രാജ്യസഭാ സീറ്റ് വേണമെന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കില്ല. പക്ഷെ പ്രഖ്യാപനം വന്നപ്പോൾ ആർക്കാണ് പോയത്? അതുപോലെയാണ് കോട്ടയത്തെ പ്രശ്നം. കോട്ടയത്ത് KM മാണി വിഭാഗത്തിന് സീറ്റ് ലഭിക്കുകയാണെങ്കിൽ അത് സംശയമൊന്നുമില്ല, യുവതുർക്കികൾ ഒരുപാട് പേര് ശ്രമിക്കുന്നുണ്ട്, നിഷയ്ക്ക് തന്നെയാകും. അല്ലെങ്കിൽ അടുത്ത ഒരു ടേമിൽ KM മാണിക്ക് ഇനി ഇലക്ഷന് നിൽക്കാൻ പറ്റുന്ന ശാരീരിക അവസ്ഥ ഇല്ലെന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ പാലായിൽ ആ കുടുംബത്തിൽ നിന്നും ഒരാളായിരിക്കും. നമ്മൾ എപ്പോഴും എതിർക്കപ്പെടേണ്ടത് ഒരു കുടുംബ വാഴ്ച എന്ന് പറയുമ്പോൾ ഞാനും എൻ്റെ ആളും എന്ന സിനിമാ പാട്ട് നമുക്കൊക്കെ അറിയാം. അപ്പോൾ ഞാനും എൻ്റെ കുടുംബവും
ആ കുടുംബം മാത്രമായിരിക്കണം ഒരു പാർട്ടിയുടെ മുഖ്യമായ അധികാര ശ്രേണിയിലേക്ക് വരേണ്ടത്, അല്ലെങ്കിൽ അവർ മാത്രമായിരിക്കണം എല്ലാ തരത്തിലും സീറ്റുകൾക്ക് അർഹത എന്ന മാനദണ്ഡം തീർച്ചയായും ഈ പാർട്ടിയെ അനിവാര്യമായ തകർച്ചയിലേക്ക് കൊണ്ടുപോവുകയാണ്. കാരണം അങ്ങനെ ഒരു ചർച്ച നടക്കുമ്പോൾ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പാർട്ടിയിൽ പ്രബലമായ ഒരു ഗ്രൂപ്പ് ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട്. കേരള കോൺഗ്രസിലെ ജോസഫ് വിഭാഗത്തിലെ ഒരു MLA ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് ലോക്സഭാ സീറ്റിന് വേണ്ടി അവർ താല്പര്യം ഉയർത്തുന്നുണ്ട്. ആ താല്പര്യത്തെ KM മാണി തൃണസമാനമായി തള്ളിക്കളയുകയാണ്. അങ്ങനെ ഒരു ചർച്ച വന്ന് അതൊന്നും രഹസ്യമായ കാര്യമല്ലോ ശ്രീ സണ്ണി ചെറിയാൻ. താങ്കൾ ഉദ്ദേശിക്കുന്ന മോൻസ് ജോസഫിന്റെ കാര്യമായിരിക്കും, ജോസഫ് വിഭാഗത്തിൽ കടുത്തുരുത്തി MLA ആയ മോൻസ് ജോസഫിന്റെ കാര്യം. പക്ഷെ അദ്ദേഹത്തിനും ഇപ്പോൾ താല്പര്യമില്ല എന്ന രീതിയിലുള്ള പ്രചാരണങ്ങളും വരുന്നുണ്ടല്ലോ. അദ്ദേഹത്തിന് താല്പര്യമില്ല എന്ന് പറയുമ്പോൾ വേറെ ഒരു തലത്തിൽ കോൺഗ്രസിൽ ഒരു ചർച്ച, കോൺഗ്രസിൽ എനിക്ക് തോന്നുന്നത് കോൺഗ്രസിന് തീർച്ചയായും താല്പര്യമുണ്ടാകും. ഈ പ്രശ്നത്തിൽ ജോസഫ് ഗ്രൂപ്പിനോടൊപ്പം നിൽക്കുകയാണെങ്കിൽ ജോസഫ് ഗ്രൂപ്പ് തീർച്ചയായും ഇടുക്കി സീറ്റ് ജോസഫിന് കൊടുക്കുകയാണെങ്കിൽ കോട്ടയം സീറ്റ് അവിടെ ഒഴിവ് വരും. അങ്ങനെയാകുമ്പോഴാണ് പഴയ രാജ്യസഭാ സീറ്റ് ചർച്ചയ്ക്കിടയിൽ വന്ന നാടകീയമായ നീക്കങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാകുമ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ കോൺഗ്രസിന് കോട്ടയം സീറ്റ് ലഭിക്കുകയും കോൺഗ്രസിലെ നമുക്കറിയാം KM മാണിയേക്കാൾ കോട്ടയത്ത് വളർന്നു വരുന്ന പ്രമുഖനായ എന്നും KM മാണിയേക്കാൾ മുൻപന്തിയിൽ തന്നെ നിന്നിട്ടുള്ള ബഹുമാന്യനായ ഉമ്മൻചാണ്ടിക്ക് വേണമെങ്കിൽ കോട്ടയത്ത് മത്സരിക്കാം. പക്ഷേ KM മാണിയെ സംബന്ധിച്ചിടത്തോളം, ആ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും ആത്മഹത്യാപരമായ നീക്കമാണ്. കാരണം രാജ്യസഭാ സീറ്റ് കിട്ടിയെങ്കിലും കയ്യിലുള്ള ലോക്സഭാ സീറ്റ് കൈവിടുക എന്നുള്ള ഏറ്റവും വലിയ മണ്ടത്തരത്തിന് അവർ കൂട്ടുനിൽക്കില്ല. കാരണം പാർട്ടിയിലെ ഇപ്പോൾ തന്നെ അണികളിൽ ഒരു വിഭാഗം ഈ പാർട്ടിയിൽ ജോസഫ് ഗ്രൂപ്പിലേക്ക് കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എനിക്ക് വ്യക്തമായിട്ടറിയാം, അണികളും പ്രവർത്തകരും MLA മാരും ഉൾപ്പെടെയുള്ള പ്രബലമായ വിഭാഗം ജോസഫ് ഗ്രൂപ്പിലേക്ക് കൊഴിഞ്ഞു പോകുമ്പോൾ KM മാണിക്ക് ഞങ്ങൾ സമ്മർദ്ദത്തിന് ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ, സമ്മർദ്ദ രാഷ്ട്രീയത്തിന് ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ കോട്ടയം സീറ്റ് കൈവിട്ടുകൊണ്ടുള്ള ഒരു ഒത്തുതീർപ്പിനും KM മാണി തയ്യാറാകില്ല. കാരണം KM മാണിക്ക് 86 വയസ്സായി. പാർട്ടിയിൽ പ്രമുഖമായ സ്ഥാനത്തേക്ക് ജോസ് K മാണിയെ കൊണ്ടുവരണം. ആ കുടുംബത്തിൽ നിന്നുള്ളവർ തന്നെ സ്ഥാനത്തേക്ക് കടന്നു വരണമെന്ന ആഗ്രഹം അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ടാണ് പ്രിൻസ് ലൂക്കോസിനെ പോലുള്ള നേതാക്കൾ യുവനിര ഉയർന്നു വരുന്നുണ്ട്. ഒരുപാട് നേതാക്കൾ കേരള കോൺഗ്രസിലുണ്ട്. ലോക്സഭാ സീറ്റോ നിയമസഭാ സീറ്റോ വരുമ്പോൾ കാലാകാലങ്ങളായി നമ്മൾ ആ പാർട്ടിയിൽ കാണുന്നു ഒരു വിഭാഗം മാത്രം കൈയടക്കി വെച്ചിരിക്കുന്നു. ശരി, ഞാൻ ഇടപെടുകയാണ്. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ KM മാണിയെ വീട്ടിൽ ചെന്ന് ക്ഷണിച്ചുകൊണ്ടാണ് രണ്ടാമത് UDF കൊണ്ടുവന്നത്, പിണങ്ങി നിന്ന KM മാണിയെ. ഇപ്പോൾ KM മാണിക്ക് KM മാണിക്ക് വിധേയമായി നിൽക്കുകയാണ് കോൺഗ്രസ് ചെയ്യുന്നത്. ഇനി PJ ജോസഫ് അകന്നുമാറി UDF ഘടകകക്ഷിയായിട്ട് ഒറ്റയ്ക്ക് നിൽക്കാൻ താല്പര്യപ്പെട്ടാൽ പോലും അവിടെ KM മാണി സമ്മതിക്കുമോ? അവിടെ കോൺഗ്രസിന് മേൽ സമ്മർദ്ദമേറും. PJ ജോസഫിനെ അങ്ങനെ നിർത്താൻ പറ്റുകയില്ല എന്ന് KM മാണി പറയും. ഇക്കാര്യമെല്ലാം ഉറപ്പുള്ള കാര്യമാണ്. അവിടെയും KM മാണിയെ നിലയ്ക്ക് നിർത്തുവാൻ കോൺഗ്രസിന് കഴിയുമോ? ആദ്യമായി ഞാൻ പ്രിൻസ് ലൂക്കോസിനോട് പറയാം, നമ്മളിപ്പോൾ പ്രിൻ്റഡ് മീഡിയയുടെ ലോകത്തല്ല ജീവിക്കുന്നത്, നമ്മൾ സൈബർ യുഗത്തിലാണ് ജീവിക്കുന്നത്. അപ്പോൾ ഓരോ നേതാക്കന്മാരും ഓരോ സമയത്ത് പറയുന്ന കാര്യങ്ങൾ അതിൻ്റെ ക്ലിപ്പിങ് ചാനലുകാരുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് അത് നിഷേധിക്കാൻ പോയാൽ അവർ കാണിച്ചാൽ നമ്മൾ വഷളാവും. അതുകൊണ്ട് പറഞ്ഞ കാര്യങ്ങൾ അത് നിഷേധിക്കാൻ പോയാൽ അത് അബദ്ധമായി മാറും. അത് ശ്രദ്ധിച്ച് വേണം ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ അത് ചെയ്യാൻ. 2, പ്രമുഖ മാധ്യമപ്രവർത്തകൻ പറഞ്ഞു, ജ്ഞാനപ്പാലയിലെ 2 വരികൾ ഞാൻ ഉദ്ധരിക്കുകയാണ്. വിധിച്ചിടുന്ന കർമ്മം ഒടുങ്ങുമ്പോൾ പതിച്ചിടുന്നു ദേഹമോരിടത്ത്, കൊതിച്ചിടുന്ന ബ്രഹ്മത്തെ കണ്ടിട്ട് കുതിച്ചിടുന്നു ജീവനൊപ്പോഴേ. കർമ്മം ഒടുങ്ങുമ്പോൾ ജീവിതം അവസാനിക്കും. അതുകൊണ്ട് ശ്രീ KM മാണിക്ക് ഇനി ഒരു അംഗത്തിന് ബാല്യമില്ലെന്നൊന്നും പറയരുത്. ശ്രീ K കരുണാകരൻ മരിക്കുന്നതുവരെ കേരള രാഷ്ട്രീയത്തിൽ നിറസാന്നിധ്യമായിരുന്നില്ലേ? 86കാരനായ മാണിക്കൊരു അംഗമില്ലെന്ന് പറയുമ്പോൾ 95 വയസ്സുകാരനായ ശ്രീ അച്യുതാനന്ദൻ നിലപാടുകളിൽ അടിയുറച്ചു നിന്ന് ജനപക്ഷ രാഷ്ട്രീയം കളിക്കുന്നില്ലേ? അതുകൊണ്ട് അത്രയും വലിയ പ്രായാധിക്യമൊന്നും ചോദ്യത്തിലേക്ക് വരുന്നില്ല. ഞാൻ എന്നെ സംബന്ധിച്ച് എല്ലാവർക്കും ഒരേ ആരോഗ്യം പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ ഈ പറയുന്നത് കേരള കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഞങ്ങൾക്കൊരു അഭിപ്രായം പറയാൻ പറ്റില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഇതിനകത്ത് കോൺഗ്രസിന് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്, നിലപാടുണ്ട്. ഒരു കാരണവശാലും ശ്രീ KM മാണിയും PJ ജോസഫും 2 ചേരിയിലേക്ക് പോകാൻ കോൺഗ്രസ് പാർട്ടി അനുവദിക്കില്ല. അല്ല, അതൊക്കെ ഇപ്പൊ അഭിപ്രായം പറയല്ലേ. ഇപ്പൊ മെനഞ്ഞാന്നിപ്പോ ഇവിടെ തന്നെ ആന്റണി രാജു പറഞ്ഞ കാര്യം അദ്ദേഹം തിരുത്തി പറഞ്ഞല്ലോ. ഒരു കാര്യം പറയുക, അത് തിരുത്തി പറയുക. അപ്പൊ വികാര പ്രകടനങ്ങൾ നേതാക്കന്മാരുടെ വായിൽ നിന്ന് പലപ്പോഴും വന്നാൽ വിവേകം വരുമ്പോൾ അവരത് തിരുത്താറുണ്ട് എന്ന് പറഞ്ഞ പോലെ
PJ ജോസഫ് മനസ്സുകൊണ്ട് പോലും കോൺഗ്രസിനെതിരെയും UDF-നെതിരെയും ചിന്തിക്കാത്ത, പ്രവർത്തിക്കാത്ത ഒരാളാണ്. അദ്ദേഹത്തിന് എങ്ങനെ ഇടതുപക്ഷ ചർച്ചയിൽ അങ്ങനെ ഒന്നുമല്ല വന്നത്. PJ ജോസഫ് കേരള കോൺഗ്രസ് എം വിട്ട് ഒറ്റയ്ക്ക് UDF-ൽ തുടരാൻ ആഗ്രഹിക്കുന്നു എന്നാണ് പറഞ്ഞത്. അങ്ങനെ വരികയാണെങ്കിൽ KM മാണി അതിനെ എതിർക്കും. ഒറ്റയ്ക്ക് PJ ജോസഫിനെ അങ്ങനെ നിർത്താൻ പറ്റില്ല എന്ന് കോൺഗ്രസിനോട് ആവശ്യപ്പെടുമെന്ന കാര്യം മാണിയെ അറിയുന്നവർക്ക് അറിയാവുന്ന കാര്യമാണ്. KM മാണിയെ അറിയാവുന്നവർക്ക് അറിയാവുന്ന കാര്യമാണ്. അവിടെയും കോൺഗ്രസ് വഴങ്ങേണ്ടി വരുന്നു എന്നാണ്. കേരള കോൺഗ്രസിന്റെ ചരിത്രം അറിയാവുന്ന എല്ലാവർക്കും അറിയാം. വളരും തോറും പിളരുകയും പിളരും തോറും വളരുകയും ചെയ്യുന്ന ഒരു പാർട്ടിയാണ്. ആ പാർട്ടിയെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് ഇവർ തമ്മിൽ വേർപിരിയുന്ന ഒരു ഘട്ടത്തിലേക്ക് വന്നാൽ ആ ഘട്ടത്തിൽ കോൺഗ്രസ് അടിയന്തരമായി ഇടപെടും. അതിനൊന്നും യാതൊരു തർക്കവുമില്ല. ഇവർ രണ്ടുപേരും പുറത്തു പോകുന്ന സമീപനം ഒരിക്കലും കോൺഗ്രസ് അനുവദിക്കില്ല. ശ്രീ ആന്റണി രാജു, ഏറ്റവും ഒടുവിൽ താങ്കളും പറഞ്ഞു വരുന്നത് ഒറ്റയ്ക്ക് UDF-ൽ നിൽക്കും PJ ജോസഫ് എന്നാണല്ലോ. പക്ഷേ അവിടെ ഉടക്ക് വെക്കാൻ വരുന്നത് KM മാണിയാണല്ലോ. ഞാൻ ശ്രീ രാജ്മോഹനോടും ഈ കാര്യം ചോദിച്ചിരുന്നു. മഞ്ജുഷേ, ഞാനൊരു കാര്യം വളരെ കൃത്യമായിട്ട് പറയാം. എനിക്കറിയുന്ന കാര്യം, PJ ജോസഫ് സാറ് കോൺഗ്രസിൻ്റെ പ്രമുഖന്മാരായ നേതാക്കന്മാരോടെല്ലാം നേരിട്ട് ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞു. കോൺഗ്രസിൻ്റെ ഒരു വിഭാഗം പ്രഗത്ഭനായ നേതാക്കന്മാർ PJ ജോസഫ് സാറിന് ഗ്രീൻ സിഗ്നലും കൊടുത്തു കഴിഞ്ഞു. UDF-ൽ നിർത്തിക്കോളാമെന്നും മാണിയുമായിട്ട് പിണങ്ങി പുറത്തു പോകേണ്ട കാര്യമില്ല എന്നും. അതുകൊണ്ട് ഇതൊക്കെ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് കോൺഗ്രസ് പാർട്ടി പ്രോത്സാഹിപ്പിച്ചില്ലെങ്കിലും കോൺഗ്രസ് പാർട്ടിക്ക് അത് അംഗീകരിക്കാതിരിക്കാൻ കഴിയില്ല. മാണി സാറിൻ്റെ എതിർപ്പ് വരുമ്പോൾ അത് എങ്ങനെ UDF-നകത്ത് ആ സംഭവ വികാസങ്ങൾ എങ്ങനെ ഡെവലപ്പ് ചെയ്യുമെന്ന് ഇപ്പോൾ ആർക്കും പറയാൻ കഴിയില്ല. ഇപ്പോൾ ആന്റണി രാജു പറഞ്ഞത് കോൺഗ്രസിന് അനുകൂലമായി ഈ സാഹചര്യത്തെ അട്ടിമറിക്കാൻ ബോധപൂർവം നടത്തിയ ഒരു പ്രസ്താവനയാണ്. കോൺഗ്രസിൻ്റെ ഒരു നേതാവും ശ്രീ PJ ജോസഫിന് ഒരു വാക്കും കൊടുത്തില്ല, കൊടുക്കുന്ന പ്രശ്നം ഉപയോഗിക്കുന്നില്ല. പിന്നെ അടയ്ക്ക മടിയിലെടുത്ത് വയ്ക്കാം, അടയ്ക്ക മരത്തെ വയ്ക്കാൻ പറ്റില്ല. അതുകൊണ്ട് PJ ജോസഫിനെ പോലെ ഒരു വലിയ അടയ്ക്ക മരത്തെ മടിയിൽ പിടിച്ച്, അതുകൊണ്ടാണ് അതാ ഞാൻ പറഞ്ഞത്, അദ്ദേഹത്തെ അച്ചടക്കം പഠിപ്പിക്കാനൊന്നും കോൺഗ്രസിനാവില്ല. പക്ഷേ കാര്യങ്ങൾ പറഞ്ഞാൽ അദ്ദേഹത്തിന് മനസ്സിലാവും. കാരണം കോൺഗ്രസിന്റെ സാധ്യതകളെ തുരങ്കം വയ്ക്കുന്ന ഒരു പണിയും PJ ജോസഫും ചെയ്യില്ല, KM മാണിയും ചെയ്യില്ല. അവസാനം ഇരുമയ്യാണെങ്കിലും നമ്മൾ ഒറ്റ കരളല്ലേ, നീ എൻ്റെ ജീവനല്ലേ എന്ന് പറഞ്ഞ് രണ്ടുപേരും കെട്ടിപ്പിടിച്ച് പരിസമാപ്തിയിലേക്ക് ഈ രാഷ്ട്രീയ വിവാദം അവസാനിക്കുന്നത് ദുഃഖത്തോടെ ശ്രീ ആന്റണി കാണേണ്ടി വരും. ഇനി അതിലേക്ക് ചർച്ചയില്ല, ചർച്ച അവസാനിപ്പിക്കുകയാണ്. നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. സൂപ്പർ പോയിന്റ് ടൈം അവസാനിക്കുകയാണ്. ഇനി മഷിനോട്ടം.